കേരളത്തിലാണ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുന്നത്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ആ ചില ക്യാൻസർ ട്രീറ്റ് ചെയ്യേണ്ടാത്ത ക്യാൻസർ ഉണ്ട്. സോ 1 in 4 women are at risk of developing breast cancer. Men are mostly, they don't open up, they bottle up everything within themselves. കേരളത്തിലെ ലോഞ്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ 77 years ആണ്. ഓക്കെ, നമ്മൾ വി ഓൾമോസ്റ്റ് റീച്ച് അമേരിക്കൻ ഇതായി. അപ്പോൾ ഈശ്വരവിശ്വാസം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ലോങ്ങർ വി ലിവ്, മോർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ. നമുക്ക് ഒരുമാതിരി അമേരിക്കയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള എല്ലാ ടെക്നോളജിയും ഒരുമാതിരി എല്ലാ മെഡിസിൻ നാട്ടിലുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ആൻ എമർജൻസി. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോകണം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 30% ഓഫ് ദ ക്യാൻസർ ക്യാൻ ബി പ്രിവെൻറ്റഡ്. പക്ഷേ ആയുർവേദം ഡെഫിനറ്റ്ലി ഈസ് ഇഫക്റ്റീവ്. You completed your studies in Bristol and then in Ireland. ഇത്രയും നാൾ പിന്നെ US-ലൊക്കെ വർക്ക് ചെയ്തു. ഈ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു തീരുമാനം എന്തുകൊണ്ടായിരുന്നു, ഇവിടെ സർവീസ് ചെയ്യാമെന്നുള്ളത്? അത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ലോങ് സ്റ്റോറിയാണ്. ഞാൻ എൻ്റെ വഴി എന്ന് വെച്ചാൽ ഒരു സാധാരണ പോണ ഒരു വഴിയല്ലായിരുന്നു. ഞാനൊരു ഡെൻറ്റിസ്റ്റായിരുന്നു ആദ്യം തുടങ്ങിയത്, മണിപ്പാലിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് ഒരു third year I was diagnosed with papillary thyroid tumor. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയ ഈ ക്യാൻസറിനകത്തേക്ക് ഇൻട്രസ്റ്റ് തോന്നിയായിരുന്നു. ഒരു ഏതാണ്ട് ഒരു 2 ആഴ്ചത്തോളം ക്യാൻസർ വാർഡിൽ കിടന്നു, ഇങ്ങനെ പേഷ്യൻ്റായിട്ട് കിടന്നപ്പോഴത്തേക്ക് ഈ ഡെൻറ്റിസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ആ സമയത്താണ് ഒരു റോട്ടറി ഫൗണ്ടേഷൻ്റെ ഒരു സ്കോളർഷിപ്പോടുകൂടി ഇംഗ്ലണ്ടിൽ പോയി. അപ്പോൾ ഇവിടെ ക്യാൻസർ ഡെൻറ്റിസ്റ്റുമാർ ക്യാൻസർ സർജറി ചെയ്യാറില്ല, പക്ഷേ ഇംഗ്ലണ്ടിൽ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് ക്യാൻസർ സർജറി ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി അവിടെ പോയി. പക്ഷേ പോയപ്പോഴൊക്കെ ഒരു തോന്നലെന്ന് വെച്ചാൽ നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിൽ ജോലി ചെയ്യാന്നുള്ള ഒരു ഇപ്പോഴും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലണ്ടിലൊരു 10 കൊല്ലം ഉണ്ടായിരുന്നു, പിന്നെ അമേരിക്കയിൽ ഒരു 10 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നെന്നുള്ളത് അതൊരു പ്ലാൻഡ് അല്ലായിരുന്നു. ഐ ഓൾവേസ് ടെൽ മൈ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ്, I make decision from the heart, not from the brain. അപ്പോൾ ആ സമയത്ത് it was 2003 ബിഗിനിങ്ങിലായിരുന്നു. മാതാ അമൃതാനന്ദമായി ഈ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിസ്കോഴ്സ് കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, റിച്ചർഡ് കോൻ, ഈസ് എ ജൂയിഷ് പേഴ്സൺ. സോ വി ബോത്ത് he said that there is a discourse of somebody from your city here. So I went to listen to that. ആ സമയത്ത് അമ്മ പറഞ്ഞു, ഞങ്ങളിവിടെ ഒരു ക്യാൻസർ സെൻറ്റർ തുടങ്ങാൻ പ്ലാനുണ്ട്, വോളണ്ടറി ആയിട്ട് പോകാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അമ്മയെ കണ്ടു. അമ്മ പറഞ്ഞു, അമ്മയെ ഞങ്ങൾ ഈ ഒരു റോൺ ഗോഡ്സെക്കെ എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറായിട്ട് പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് അപ്പോഴെനിക്ക് പോരാൻ താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് ഐ ബിക്കേം എ tenured professor at New York University by that time. Tenured എന്ന് വെച്ചാൽ യുവർ ഫുൾ ടൈം. ഐ ഹാഡ് മൈ ലാബ്. Almost half the time I was working in the lab. I was all doing really well professionally. പക്ഷേ റിച്ചർഡ് പറഞ്ഞു നമുക്ക് വിൽ ഗോ എന്ന് പറഞ്ഞു. He resigned and came. I took a 1-year leave and came and joined Amrita. But then that 1-year leave became permanent and stayed back. So from dentistry to oncology, so that would have you must have started this oncology journey from zero, right? അതെ. ഡെൻറ്റിസ്ട്രിയിൽ ഞാൻ പറഞ്ഞില്ല, ഡെൻറ്റിസ്ട്രിയിൽ വി ഡിഡ് ബേസിക് ഡെൻറ്റിസ്ട്രി. ആ സമയത്ത് ഇറ്റ്സ് എ വെരി ടെക്നിക് ഓറിയൻറ്റഡ് ഫീൽഡാണ്, സ്പെഷ്യാലിറ്റിയാണ്. യു ക്യാൻ ഡു ലോട്ട് ഓഫ് ഇത്. പക്ഷേ സയൻസ് ഈസ് നോട്ട് ദാറ്റ് പ്രോമിനൻറ്റ്. ഓക്കെ, പിന്നെ ഹെൽത്ത് കെയർ ഈസ് വെരി ലിമിറ്റഡ് ഏരിയ ആണ് ആ സമയത്ത്. പക്ഷേ ഐ വാസ് ഡൂയിങ് ഓക്കെ ഇൻ മൈ ഡെൻറ്റൽ കരിയർ. സ്റ്റഡീസ് ഐ വാസ് വൺ ഓഫ് ദ ടോപ്പ് ഇൻ ദ ക്ലാസ് ഒക്കെയാണ്. ആ സമയത്ത് ടോപ്പ് ഇൻ ദ ക്ലാസ് ആയിരുന്നു. ആ സമയത്താണ് എനിക്കിങ്ങനെ തൈറോയിഡ് ഒരു ട്യൂമറിന് സർജറിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഒരു 2 ആഴ്ച വാർഡിൽ കിടന്നു. ആ സമയത്ത് 3ാമത്തെ വർഷമായിരുന്നു. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റൊക്കെ മാറി. പിന്നെ ഇൻറ്റേൺഷിപ്പ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഇറ്റ്സ് എ വെരി നാരോ ഫീൽഡെന്ന്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഐ തോട്ട് ഐ ടേക്ക് 1 year ഗ്യാപ്പ് ചെയ്യാം, 1 കൊല്ലത്തേക്ക്.
അതിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജിലും RCC ആയിട്ട് ചേർന്നിട്ട് ഒരു റിസർച്ച് പ്രോജക്റ്റിൽ റിസർച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ഒരു കൊല്ലം അവിടെ വർക്ക് ചെയ്തു. ആ സമയത്താണ് എനിക്ക് റോട്ടറി സ്കോളർഷിപ്പ് കിട്ടി ഇങ്ങോട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വന്നത്. ക്യാൻസറിൽ യു ഫോക്കസ് ഓൺ ഹെഡ് ആൻഡ് നെക്ക്. അതെ അതെ. ഭയങ്കര ഇപ്പോഴും വളരെ നാരോ ആണ്, അത് അത്ര ആൾക്കാർക്ക് അറിയത്തില്ല. പലരും അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല. പലരും ഈ പറയുന്ന പോലെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ടുബാക്കോ കൊണ്ട് ഉണ്ടാവുന്നു, അങ്ങനെ ഒരു ധാരണ മാത്രമേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം ഒരു 50% കേസസ് ഹെഡ് ആൻഡ് നെക്കിൽ നിന്നാണ് വരുന്നത്. അപ്പം ആ ഒരു ഫീൽഡ് സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ ഉള്ളൊരു എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളൊരു നോളജ്, എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് മനസ്സിലായിട്ടുള്ളത്? ഓക്കെ, പ്രധാനമായിട്ട് ഇത് മനുഷ്യർ വരുത്തി വെച്ച ക്യാൻസറാണിത്. നമ്മളുണ്ടാക്കുന്ന ക്യാൻസറാണ്. വേറെ ചില ക്യാൻസറൊക്കെ ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട്, ചില ഒവേറിയൻ ക്യാൻസർ, ചില ക്യാൻസർ നമ്മൾ ഉണ്ടാക്കണമല്ലേ. പക്ഷേ ഇത് ഓറൽ ക്യാവിറ്റി ക്യാൻസർ എന്നുള്ളത് ഹ്യൂമൻ മെയ്ഡ് ക്യാൻസറാണ്. അത് തുടങ്ങണ ടൊബാക്കോ, ആൽക്കഹോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ക്യാൻസറാണ്. പിന്നെ ഒരു ചെറിയൊരു വൈറസ് ഉണ്ട്, HPV എന്നുള്ള വൈറസ്. ആ വൈറസ് കൊണ്ടുണ്ടാകുന്ന ക്യാൻസറാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അവെയർനെസ് വളരെ കുറവായിരുന്നു. വി ആർ ടോക്കിംഗ് അബൌട്ട് 2003, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വളരെ ഒത്തിരി അവെയർനെസ് കുറവായിരുന്നു. അപ്പോൾ ആദ്യം പണ്ട് നമ്മുടെ പറയും, എൻ്റെ ഗ്രാൻഡ് ഫാദർക്ക് മുറുക്കുണ്ടായിരുന്നു, എനിക്ക് എന്തുകൊണ്ട് അവർക്ക് വന്നിട്ടില്ല, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആ എഡ്യൂക്കേഷൻ കൊണ്ട് ഗ്രാജുവലായിട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, മുറുക്കണ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലാണ് ഈ ഗുഡ്ക അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഈ കൺസംപ്ഷൻ ഒരു ബീറ്റിൽ നട്ടായിട്ടുള്ള അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവെയർനെസ് കൊണ്ട് ഇതിനൊരു മാറ്റം വരുത്താമെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഒരു ഇതുള്ളത് നമ്മുടെ നാട്ടിൽ വലിയ ഇതുള്ളത് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പ്രോബ്ലമായിരുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വായിലെ ക്യാൻസർ ട്രീറ്റ് ചെയ്യണത് ജനറൽ സർജൻസ് ആയിരുന്നു സർജറി ചെയ്യണത്. മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് കുറച്ച് ചെയ്യും, റേഡിയേഷൻ ആൾക്കാർ ചെയ്യും. അപ്പോൾ ഒരു റേഡിയേഷൻ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ അത് റേഡിയേഷൻ കൊടുക്കും, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മെഡിക്കൽ കീമോതെറാപ്പി കൊടുക്കും, സർജൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ സർജറി ചെയ്യും. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, ഈ ഗൈഡ് ലൈൻസ് വെച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ അതിനും ഒരു മാറ്റം വരണം. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ പേഷ്യൻസിനും ട്യൂമർ ബോർഡ് വഴി തീരുമാനം എടുത്തിട്ടേ ട്രീറ്റ് ചെയ്യാവുന്ന ഗൈഡ് ലൈൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡൈസ് ട്രീറ്റ്മെൻറ്റ് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഞാനിവിടെ അമൃതയിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്നുള്ളത് ഒരു ഹെഡ് ആൻഡ് നെക്കിൽ MCH പ്രോഗ്രാം തുടങ്ങുക എന്നുള്ളതാണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാം. അന്ന് വരെ അതില്ലായിരുന്നു, എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 year MCH പ്രോഗ്രാം തുടങ്ങി. അത് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ്, ജനങ്ങൾ അവെയർനെസ്, പിന്നെ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ടീം കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയം കൂടെ നമ്മുടെ നാട്ടിൽ ഗ്രാജുവലായിട്ട് അത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ജനറൽ പെർസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ കേസസ് ഇൻ ഇന്ത്യ എന്നുള്ളത്. സോ ആഫ്റ്റർ ഹാവിംഗ് വർക്ക്ഡ് ഹിയർ, സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഈസ് ഇറ്റ് ട്രൂ? അത് കറക്റ്റാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മിസോറാം കഴിഞ്ഞാൽ കേരളത്തിലാണ്. നമ്പർ പറയുകയാണെങ്കിൽ കേരളത്തിൽ 134 per 100,000, 1,134 പേർക്ക് ക്യാൻസർ ഉണ്ട്. നാഷണൽ ആവറേജ് 74 per 100,000, 1 lakh. ഓക്കെ, മിസോറാമിൽ അബൌട്ട് 140 എങ്ങാണ്ടാണ്. അത് ഏജ് അഡ്ജസ്റ്റഡ് ആണ്, ഏജ് നോർമലൈസ്ഡ് ആയിട്ടുള്ള നമ്പറാണ്. ദാറ്റ്സ് അബ്സല്യൂട്ട് നമ്പറാണ്. കേരളത്തിലാണ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുന്നത്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതെ. സോ അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്നുള്ളത് 2-3 കാരണമുണ്ട്. ഒന്നാണെങ്കിൽ ക്യാൻസർ ഈസ് എ ഡിസീസ് ഓഫ് ലോഞ്ചബിലിറ്റി. ദ ലോങ്ങർ വി ലിവ്, മോർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോഞ്ചബിലിറ്റി കേരളത്തിലെ ലോഞ്ചബിലിറ്റി എന്ന് പറയുന്നത് 77 years ആണ്. ഓക്കെ, അമേരിക്കയുടെ ലൈഫ് എക്സ്പെക്ടൻസി 78 ആണ്. വി ഓൾമോസ്റ്റ് റീച്ച് അമേരിക്കൻ ഇതായി. പിന്നെ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ വി ഹാവ് അഡോപ്റ്റഡ് ഓൾ ദ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ കൊണ്ട് ക്യാൻസറിൻ്റെ അബ്സല്യൂട്ട് നമ്പർ ഈസ് ഇൻക്രീസിങ്. പിന്നെ അതിൽ കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് ഓവർ ഡയഗ്നോസ് അല്ല, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഈസ് വെരി മെച്യൂർ ഹെൽത്ത് സിസ്റ്റം. പിന്നെ മാത്രമല്ല ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉണ്ട്.
നമ്മുടെ നാട്ടിൽ ഒരുമാതിരി ഇവിടെ ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലായാലും നല്ല ഹോസ്പിറ്റലുകളിൽ ത്രൂ ഔട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേക്കും അവിടെ എല്ലാം സ്കാൻസ് ഉണ്ടാവും, പല പല ടെസ്റ്റുകൾ ചെയ്യും, ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഡയഗ്നോസിസ് ഓൾസോ ഇൻക്രീസിങ്. പിന്നെ ബാക്കിയുള്ള ലോഞ്ചവിറ്റിയും ബാക്കി നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് ക്യാൻസർ ഇൻസിഡൻസ് ഓൾസോ ഇൻക്രീസിങ്. അത് രണ്ട്. Can you elaborate a bit on that lifestyle thing? What is that lifestyle factor that? ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു 30% ഓഫ് നമ്മുടെ ക്യാൻസർ ഈസ് കോസ് ബൈ റിസ്ക് ഹാബിറ്റ്സ് എന്ന് പറയും. ടൊബാക്കോ, ഞാൻ ആൽക്കഹോളും പറഞ്ഞല്ലോ. ഓക്കെ, പിന്നത്തെ ഒരു 30% എന്നുള്ളത് നമ്മുടെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒബീസിറ്റി ഉണ്ട്. ദാറ്റ്സ് വൺ ഓഫ് ദ മേജർ ഫാക്ടർ. ഒബീസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനറലായിട്ടുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഇൻ ദ ബോഡി ഇൻക്രീസസ്. Okay, fat produce inflammatory markers. Inflammation is the root cause of most of the cancers. അത് കാരണം വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡയറ്ററി ഫാക്ടേഴ്സ്, ലോ റഫേജ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കും, റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും, അതുകൊണ്ട്. പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഞാൻ പറയും, ഞാൻ വെട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. വെട്ടിക്കൽ എന്നൊരു സ്കൂളിൽ നിന്നുള്ളത് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പോൾ രാവിലെ 4 കിലോമീറ്റർ പോകും, 4 കിലോമീറ്റർ പോയി തിരിച്ചു വരും. ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ ബസ്സുണ്ട്. ആരും നടന്നു പോകണേ ഞാൻ കണ്ടിട്ടില്ല, ഓട്ടോ ഉണ്ട്, അങ്ങനെയൊക്കെ. ആ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒത്തിരി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് കേരള എന്ന് പറയുന്നത് 77 ആണ്, അമേരിക്കയുടെ 78 ആണ്. വി ഓൾമോസ്റ്റ് ദേ. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ, വി അഡോപ്റ്റഡ് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ, ബട്ട് വി ഡോണ്ട് ഫോളോ ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. വി ഡോണ്ട് ഈറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിളും എക്സസൈസൊന്നുമില്ല. അപ്പോൾ വി സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ആ 2 കാരണങ്ങൾ. പിന്നെ മാത്രമല്ല പറഞ്ഞു, ഡയഗ്നോസിസ് ഈസ് വെരി നമ്മുടെ സിസ്റ്റം ഈസ് വെരി ഗുഡ്. സോ ആൻഡ് ഓൾസോ വി എസ്റ്റിമേറ്റ് പ്രോപ്പർലി, വി കൗണ്ട് പ്രോപ്പർലി. ഇപ്പോൾ കോവിഡൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ വന്നത് അത് നോട്ട് ബിക്കോസ് ദ വി മേ നോട്ട് ഹാവ് ദ റൈറ്റ്, ബട്ട് വി കൗണ്ടഡ് പ്രോപ്പർലി. നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെച്യൂരിറ്റി കാരണമാണ്. അത് ഗുഡ് സൈഡും ബാഡ് സൈഡാണ്. നമ്മൾ മറച്ചു വയ്ക്കാൻ പോകണം. നിങ്ങളെപ്പോലെ ആൾക്കാർ വിൽ ബ്രിങ് ഇറ്റ് അപ്പ് ടു ദ പീപ്പിൾ. കേരളത്തിൻ്റെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്യാൻസർ കെയർ ട്രീറ്റ്മെൻറ്റ് ബാക്കി രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്ര അഡ്വാൻസ്ഡ് എന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻസൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അസുഖം വന്ന ഉടനെ US മായവിലൊക്കെ പോകുന്നത് കാണാം. അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ഇൻസിഡൻസ് കൂടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 80s 2 ക്യാൻസർ സെൻ്റർ ഉള്ളൂ. ഇപ്പോൾ 26 ക്യാൻസർ സെൻറ്റേഴ്സ് ഉണ്ട്. 26 ക്യാൻസർ സെൻറ്റേഴ്സ് ഉണ്ട്, പ്രൈവറ്റും പബ്ലിക്കും കൂടെ കൂടിയിട്ട്. ഓക്കെ, എറണാകുളത്ത് തന്നെ അറിയാം എത്ര ക്യാൻസർ സെൻറ്റർ വന്നു. അപ്പം നമ്പർ ഓഫ് ക്യാൻസർ സെൻറ്റർ കൂടുന്നുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ക്യാൻസർ സെൻറ്റർ കൂടിയിട്ടും ഈ ക്യാൻസറിൻ്റെ ഔട്ട്കം കൂടുന്നില്ല. 50% ഓഫ് ദ ക്യാൻസർ നമ്മുടെ ഇവിടുത്തെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, 50%. അത് അമേരിക്ക പോലെ വെസ്റ്റേൺ കൺട്രീസ് അബൌട്ട് 70% ഓഫ് ദ പേഷ്യൻറ്റ് ക്യാൻ ബി ക്യാൻ ബി ക്യൂർഡ്. നമ്മുടെ മോർട്ടാലിറ്റീസ് 50% പേര് മരിക്കും. അതൊരു എന്താ പറയുക, ദാറ്റ് ഈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആശയമാണ്. എന്തുകൊണ്ടാണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് നമ്പർ കൂടി, പക്ഷേ ഔട്ട്കം ഈസ് നോട്ട് ഇമ്പ്രൂവിങ്. അതിന് 2-3 കാരണമുണ്ട്. ഒന്നാണെങ്കിൽ ഏതാണ്ട് ഒരു 70% ഓഫ് ക്യാൻസറും ഈ കോമൺ ക്യാൻസറും കണ്ടുപിടിക്കുമ്പോൾ അഡ്വാൻസ് സ്റ്റേജ് 8 ആണ്. അതിന് കാരണം എന്താണ്? കാരണം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെയാണ്, കേരളത്തിലെ ക്യാൻസർ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെയാണ്. ഇപ്പോൾ ആണെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഒരു വെർട്ടിക്കലാണ്. ഇപ്പോൾ ക്യാൻസറിൻ്റെ ആര് വരുവാണെങ്കിൽ ക്യാൻസർ സെൻറ്ററിലേക്ക് പോകണം. പക്ഷേ ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു കാർഡിയോളജി അസുഖം മാറ്റുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ബൈ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത് കാർഡിയോളജിസ്റ്റോ എൻഡോക്രൈനോളജിസ്റ്റോ കാരണമല്ല. ബേസിക് പ്രൈമറി കെയർ ഡോക്ടേഴ്സ് ആ ഹെൽത്ത് കെയറിൽ പാർട്ടായി. പക്ഷേ ക്യാൻസറിൽ അങ്ങനെയല്ല. ക്യാൻസറിന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാൻസർ സെൻറ്ററിലേക്ക് പോകണം, സംശയം ചെയ്യും. അങ്ങനെ വരുന്നപ്പോൾ തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ അഡ്വാൻസ് സ്റ്റേജാണ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷനും പ്രിവെൻഷനും നമ്മളൊരു ലീഡ് കൊടുക്കണില്ല. പിന്നെ മാത്രമല്ല റെസ്റ്റ് ഓഫ് ദ ഹെൽത്ത് സിസ്റ്റം ഈ ക്യാൻസറിനകത്ത് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഓർഗനൈസേഷൻ, ഈ ഗവൺമെൻറ് വിട്ടേ പിന്നെ ഒരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്തു, ടർക്കിനോസ് എന്ന് പറയും. അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ക്യാൻസർ കെയർ ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ഹെൽത്ത് സിസ്റ്റം. അതിനുവേണ്ടി ഞങ്ങൾ ഡെവലപ്പ് കമ്മ്യൂണിറ്റി ക്യാൻസർ ക്ലിനിക് എന്നുള്ള ഓർഗനൈസേഷൻ. അപ്പോൾ അതിന് ഈ സാധാരണ ഒരു ക്യാൻസർ സിംറ്റമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും
ഡോക്ടർമാരത് കണ്ടുപിടിക്കില്ല. അവിടെയാണ് സിംറ്റമായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ലംബായിട്ടോ ബ്ലീഡിങ് ഫ്രം ദ റെക്റ്റമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നത്. ആ സമയത്ത് ക്യാൻസർ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് സാധാരണ ഡോക്ടർമാർ ചിന്തിക്കാറില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് കമ്മ്യൂണിറ്റി ക്യാൻസർ ക്ലിനിക്ക് 12ഓളം സെൻറ്റേഴ്സ് കേരളത്തിലുണ്ട്. ത്രൂ ഔട്ട് ഇന്ത്യ വി ഹാവ് അബൌട്ട് 85 സെൻറ്റേഴ്സ്. അപ്പോൾ ഹെൽത്ത് സിസ്റ്റമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Is there a difference, which if you worked in US and you worked in India, so is there a big difference between, you know, the use of most modern know-how in technology, techniques in cancer treatment between like India and US? Is there a difference? ഇല്ല, നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമാതിരി അമേരിക്കയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള എല്ലാ ടെക്നോളജിയും ഒരുമാതിരി എല്ലാ മെഡിസിൻ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഇല്ലാത്തത് പ്രോസസ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ്. അതിന് കുറച്ച് പ്രശ്നം പേഷ്യൻസിനുണ്ട്, പിന്നെ ഡോക്ടർമാരുടെ ഇടയിലുണ്ട്. പേഷ്യൻസിനിടയിൽ ദേ ഹാവ് ഷോപ്പിംഗ് അറൗണ്ട് ഉണ്ട്. ഒരു ട്രസ്റ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കില്ല. ഈ അടുത്തിടെ ഒരു പബ്ലിക്കേഷൻ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കംപ്ലയൻസ് ടു ട്രീറ്റ്മെൻറ്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ ദ കൺട്രിയാണ് കേരളത്തിലുള്ളത്. കംപ്ലയൻസ് ടു ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വാസ് ഓൺലി 60%. ആദ്യത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പിന്നെ നാഷണലായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ കംപ്ലയൻസ് ഓൺ 60%. വെസ്റ്റേൺ കൺട്രീസിലാണ് കംപ്ലയൻസ് ബി ക്ലോസ് ടു 100%. ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ ഒരു കുക്ക് ബുക്ക് പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇന്ന സ്റ്റേജിലാവും ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്യാത്ത ആ ലാക്ക് ഓഫ് കംപ്ലയൻസ് ടു ഈ ഗൈഡ് ലൈൻസ് ആണ് മേജർ പ്രോബ്ലം. പിന്നെയാണെങ്കിൽ ഡോക്ടർമാരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഐസൊലേറ്റഡ് സൈലോസ്ഡ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളത്. ട്യൂമർ ബോർഡ് എന്നുള്ളത് വളരെ ചില ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. ആ ട്യൂമർ ബോർഡ് ചെയ്തിട്ട് മാത്രമേ ക്യാൻസർ ട്രീറ്റ് ചെയ്യാവുള്ളൂ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ആൻ എമർജൻസി. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഇമ്മീഡിയറ്റ് പോകണം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി അതിൻ്റെ സ്റ്റേജിങ്ങും ഡയഗ്നോസിസും ഒക്കെ മൂവ് ഫ്രം എ വാട്ട് വി കോൾ മോർഫോളജി ടു മോളിക്കുലർ. ഒരു ഷേപ്പ് പോലെയല്ല. ഇപ്പോൾ ജിനോമിക് ലെവലിൽ കണ്ടുപോയി അതിനൊക്കെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുള്ളൂ. പക്ഷേ ക്യാൻസർ നമ്മൾ പെട്ടെന്ന് പേടിക്കും, നേരെ RCCയിലോ വലിയ ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഡിലേ ഉണ്ടാകും. അതൊക്കെയാണ് കാരണം. മറ്റൊരു കാര്യം ചെയ്യട്ടെ, ക്യാൻസറിൻ്റെ 3 പ്രോട്ടോകോൾ. ഒന്ന് സർജറി, റേഡിയേഷൻ, കീമോ. പല ഹോസ്പിറ്റൽസിലും ഇത് 3 ഉണ്ടാവാറില്ല. ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടർ കൂടുതൽ കീമോ ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഹി ഗീവ്സ് കീമോ അല്ലേ? ചില ഹോസ്പിറ്റൽസ് മാത്രമേ ഉള്ളൂ ഒരു ബോർഡ് തീരുമാനിക്കുന്നത്. അതെ. അപ്പോൾ അതിന് മാറ്റം വരുത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞു കർക്കിനോസിൻ്റെ ആശയം എന്നുള്ളത്. അതിന് എല്ലാ സ്ഥലത്തും റേഡിയോതെറാപ്പി വേണമെന്നില്ല. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ബി മെയ്ഡ്. ഡിസിഷൻ നമ്മുടെ കോവിഡ് സമയത്ത് വി യൂസ് ടു മേക്ക് എ ലോട്ട് ഓഫ് ഡിസിഷൻ ഓൺലൈൻ. ഇപ്പോൾ വി ഹാവ് സംതിങ് കോൾഡ് വെർച്വൽ ട്യൂമർ ബോർഡ്. Virtual tumor board, we can bring in experts from anywhere in the country, anywhere, sometimes from abroad. ഇപ്പോൾ നമ്മുടെ ഇവിടെ റേഡിയോതെറാപ്പി ഉണ്ടാവണമെന്നില്ല. പക്ഷേ വി ഹാവ് എ ക്യാൻസർ ഡോക്ടർ. അതിന് കീമോതെറാപ്പി മിക്കവാറും വി ക്യാൻ ഗീവ് ഇറ്റ് ഇൻ ദ പെരിഫറി. ഡ്യൂറിങ് ദ കോവിഡ് ടൈം ഓൾമോസ്റ്റ് 60,000 പേഷ്യൻറ്റ് ഗോട്ട് കീമോതെറാപ്പി ഔട്ട്സൈഡ് ക്യാൻസർ സെൻറ്റേഴ്സ് ബൈ MBBS ഡോക്ടേഴ്സ് ബേസ്ഡ് ഓൺ ഗൈഡ് ലൈൻ. ഓക്കെ, അപ്പോൾ അത് പക്ഷേ തീരുമാനം എടുക്കുക, വാട്ട് ഈസ് ദ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് ടു ഡു എന്നുള്ളത് തീരുമാനം എടുക്കുക എന്നുള്ളത് ഷുഡ് ബി ഡൺ കളക്റ്റീവ്ലി ബൈ എ ടീം. But there should be a protocol, that should be given by the central government or the state government. Because you have a doctor, you go to an oncologist, he decides what you do. But you are saying instead of that, you should go to a tumor board. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു. അതിന് ലീഡ് എടുക്കുന്ന ഓങ്കോളജിസ്റ്റ് ആയിരിക്കണം ലീഡ് എടുക്കുന്നത്. പക്ഷേ ആ ലീഡ് തീരുമാനം എടുക്കുന്ന മുമ്പായിട്ട് ഈ സർജൻസ് വേണം, റേഡിയോതെറാപ്പിസ്റ്റ് വേണം, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് വേണം. ആ 3 പേരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് കീമോതെറാപ്പി ആണെങ്കിൽ കീമോതെറാപ്പി ക്യാൻ ബി ഗിവൺ ഇൻ എനി പ്ലേസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ട്രെയിനിങ് ചെയ്തത് വെയിൽസിലാണ്. വെയിൽസിൻ്റെ പോപ്പുലേഷൻ എന്നുള്ളത് എൻ്റെ ഹെഡ് ആൻഡ് നെക്ക് ഈ മാക്സിലോഫേഷ്യൽ ട്രെയിനിങ് ചെയ്തത്. വെയിൽസിലെ പോപ്പുലേഷൻ 33 മില്യനാണ്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ 33 മില്യനാണ്. അവിടെ 2 ക്യാൻസർ സെൻ്റർ ഉള്ളൂ. വെയിൽസിൽ 2 ക്യാൻസർ സെൻ്റർ ഉള്ളൂ. ഒരെണ്ണം കാർഡിഫിലും ഒരെണ്ണം സംവെയർ ഇൻ നോർത്ത് ഗ്ലാൻക്ലോയിഡ് എന്ന സ്ഥലത്ത്. പക്ഷേ ഒരുമാതിരി എല്ലാ ഡിസ്ട്രിക്ട് പോലത്തെ ഹോസ്പിറ്റലുകളിൽ ദേ യൂസ് ടു ഗീവ് കീമോതെറാപ്പി. ആൻഡ് സർജറി ബേസിക് സർജറി ക്യാൻ ബി ഡൺ എനിവേ. ഓൺലി ഫോർ കോംപ്ലക്സ് സർജറി ഈ ക്യാൻസർ സെൻ്ററിൽ പോകും. പക്ഷേ ദെയർ ഔട്ട്കം ഈസ് ഫാർ ബെറ്റർ ദാൻ us ആൻഡ് ഗിവൺ ബൈ നഴ്സസ്. ഓങ്കോ നഴ്സസാണ് കീമോതെറാപ്പി കൊടുക്കുന്നത്. പ്രോസസ്സുണ്ട്, പ്രോട്ടോക്കോൾ ഉണ്ട്.
So we can adopt that. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് സൈഡിനെ പറ്റി കുറെ സംസാരിച്ചു. ആ. ക്യാൻസർ പ്രിവെന്റബിൾ ആണെന്നുള്ളൊരു തിയറി കൂടി ഉണ്ട്. ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നുള്ള അങ്ങനെ ഒരു ആർഗ്യുമെന്റും എത്രമാത്രം ശരിയാണ്? വളരെ ഞാൻ പറഞ്ഞു ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30% ഓഫ് ദ ക്യാൻസർ ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഓക്കെ, ഒരു 30% ഓഫ് ക്യാൻസർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഏർലി. ഓക്കെ, അപ്പോൾ പ്രിവെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിക്കവാറും എല്ലാം ഞാൻ പറഞ്ഞു ടൊബാക്കോ, ആൽക്കഹോൾ, ലൈഫ് സ്റ്റൈൽ, ഒബിസിറ്റി, റഫേജ്, ലോ റഫേജ് ഡയറ്റ്, അതിൻ്റെ കൂടെ ലാക്ക് ഓഫ് ഈ എക്സസൈസ് ഒന്നും ഇല്ലാത്തത്, ആ ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നുള്ളത്. ഡോക്ടർ, ഇപ്പം സംസാരിച്ചതുപോലെ ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കര കോൺഷ്യസ് ആണ് കേരളത്തിലുള്ളവർ. ഇപ്പോൾ ഡയറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സസൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റിൽ കേസസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, അത് മാത്രമേ ഞാൻ പറഞ്ഞു ഡയഗ്നോസിസിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണ്. എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫീൽഡിൽ പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ക്യാൻസർ. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസറിൽ ഒരെണ്ണമാണ് തൈറോയ്ഡ് ക്യാൻസർ. തൈറോയ്ഡ് ക്യാൻസറിന് കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എല്ലായിടത്തും അൾട്രാസൗണ്ട് സ്കാനേഴ്സ് ഉണ്ട്. എവിടെയെങ്കിലും മുഴ വരുമ്പോഴത്തേക്കും ഡോക്ടർമാർ എടുത്ത് നോക്കുമ്പോൾ മുഴ കാണും, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും, നീഡിൽ വയ്ക്കും, ക്യാൻസർ ഡയഗ്നോസ് ചെയ്യും. ക്യാൻസർ ഡയഗ്നോസിസ് മാത്രമല്ല, എന്ത് മുഴ കണ്ടാലും പോയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അത് ഇവിടെ മാത്രം, ഇതിന് മുമ്പായിട്ട് അമേരിക്കയിലുണ്ടായിരുന്നു, സൗത്ത് കൊറിയയിലുണ്ടായിരുന്നു. അത് ബിക്കേം എ എപ്പിഡമിക്. ഇറ്റ്സ് ലൈക്ക് 100-fold ഇൻക്രീസ് ഇൻ ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ അമേരിക്കയിലും സൗത്ത് കൊറിയയിലും കണ്ടുപിടിച്ചു. പക്ഷേ മോർട്ടാലിറ്റി ഒട്ടും കൂടിയിട്ടില്ല. ഓക്കെ, മാത്രമല്ല മോബിഡിറ്റിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒത്തിരി കൂടി. അപ്പോൾ അവർ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി 1 സെൻറ്റിമീറ്റർ കുറഞ്ഞ നോഡ്യൂൾസിനെ ടെസ്റ്റ് ചെയ്യല് എന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യണില്ല. മിക്കവാറും ഇന്നലെ ഞാൻ ചെയ്ത ഓപ്പറേഷൻ എന്നുള്ള തൈറോയ്ഡ് ഓപ്പറേഷനാണ്. ഒരാഴ്ച ഒരു 3-4 ഓപ്പറേഷൻ വരും, ഡയഗ്നോസ് ചെയ്യും. അത് ക്യാൻസർ കണ്ടുപിടിച്ചിട്ട് കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ ഇൻസിഡൻസ് കൂടാൻ കാരണം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുതലാണ്. ചില ക്യാൻസർ ട്രീറ്റ് ചെയ്യേണ്ടാത്ത ക്യാൻസർ ഉണ്ട്. തൈറോയ്ഡ് ക്യാൻസർ ഒരു എക്സാമ്പിളാണ്. മിക്കവാറും തൈറോയിഡ് ട്യൂമർ വിത്ത് വോൺ കോസ് എനി പ്രോബ്ലം. അത് കാരണമാണ് 1 സെൻറ്റിമീറ്റർ കുറഞ്ഞതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഒന്നും ചെയ്യില്ല. തീരുമാനം ആരെടുക്കും? ആ തീരുമാനം ഗൈഡ് ലൈൻസാണ്. അത് ചെയ്യേണ്ട ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ്. വി ആർ സപ്പോസ് ടു ഫോളോ ദ ഗൈഡ് ലൈൻസ്. പക്ഷേ കുറച്ച് ആങ്സൈറ്റി ഉണ്ട് ഈ പേഷ്യൻസിനിടയിൽ. ഇപ്പോൾ നമ്മുടെ ന്യൂസിലൊക്കെ വരും, ക്യാൻസർ നമ്പർ കൂടണു, ക്യാൻസർ പേടിക്കേണ്ട അസുഖമാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതിനകത്ത് ചില ക്യാൻസറുണ്ട് പേടിക്കേണ്ടാത്ത അസുഖമുണ്ട്. ഞങ്ങളൊരു സ്റ്റഡി നടത്തി, ഏതാണ്ട് ഈ തൈറോയ്ഡ് ക്യാൻസർ വന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, അത് ഞങ്ങൾ ചെയ്തല്ല, ജപ്പാനിൽ ചെയ്തൊരു സ്റ്റഡിയാണ്. ഏതൊരു തൗസൻഡ്സ് ഓഫ് പേഷ്യൻസിന് ഫോളോ അപ്പ് ചെയ്തു. അതിനകത്ത് വളരെ സ്മോൾ നമ്പർ മാത്രമേ അത് ട്രീറ്റ് ചെയ്യേണ്ട വന്നുള്ളൂ. ഞങ്ങളിവിടെ ബാംഗ്ലൂർ ആയിരുന്നപ്പോഴത്തേക്ക് ഒരു 12 പേഷ്യൻസിന്, ഇപ്പോൾ ആ സ്റ്റഡീസ് ഓൺ ഗോയിങ്, ഇത്രയും നാളായിട്ട് 12 പേഷ്യൻസിന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരുന്നു. കൊല്ലങ്ങളോളമായി, 10-15 കൊല്ലമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരുന്നു. അപ്പോൾ ചില തൈറോയ്ഡ് ക്യാൻസർ കുഴപ്പമുണ്ടാക്കില്ല, വെറുതെ വിട്ടാൽ മതി. അതുപോലെ തന്നെ there are some other studies. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ സെക്ഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 60% പേഷ്യൻസ് എബവ് സർട്ടൻ ഏജ്, അബൌട്ട് 60, ഹാസ് ഗോട്ട് തൈറോയ്ഡ് ക്യാൻസർ. പേഷ്യൻ്റ് വേറെ കാരണങ്ങൾ മരിക്കും, ഇത് കുഴപ്പമുണ്ടാക്കാതെ. അതുപോലെ തന്നെ ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഓക്കെ, അതുപോലെ ചില ക്യാൻസർ ഉണ്ട് പേടിക്കേണ്ടാത്തതുണ്ട്. എല്ലാം പേടിക്കേണ്ട അസുഖമല്ല, പക്ഷേ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി ഡോക്ടറെ കാണണം. തൈറോയ്ഡ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, വേറെ ഇതുപോലെ പേടിക്കേണ്ടതായ ക്യാൻസേഴ്സ് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും പേടിക്കേണ്ടത് ഏതാണ്? അത് ചിലതുണ്ട്. തൈറോയിഡിന് തന്നെ ഒരെണ്ണമുണ്ട്, കൂടുതലുണ്ട്. അനപ്ലാസ്റ്റിക് തൈറോയ്ഡ് ക്യാൻസർ എന്നുള്ളതുണ്ട്. തൈറോയിഡ് തന്നെയുള്ളതാണ്. അതിൻ്റെ മീഡിയൻ സർവൈവൽ ഈസ് ഓൺലി 3 months, 3-4 മാസമേ ജീവിക്കുള്ളൂ. പക്ഷേ ചിലവുണ്ട് പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ട്, അങ്ങനെ ലിവർ ക്യാൻസർ ഉണ്ട്. അതൊക്കെ ക്യൂർ വളരെ വളരെ കുറവാണ്. ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒത്തിരി വൈകിയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. കൊളോൺ ക്യാൻസർ ഈയിടെ കുറേ കൂടി വരുന്നുണ്ട്. അതും ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. അതിന്റെ റീസൺസ് എന്ത്? ഈ കൊളോൺ ക്യാൻസറിന്റെ റീസൺസ് എന്തൊക്കെയാണ്? അത് ഞാൻ പറയും ഒരു 80-90% ഈസ് ലൈഫ് സ്റ്റൈൽ. ഓക്കെ, വളരെ സ്മോൾ പ്രൊപ്പോർഷൻ ഉണ്ട് ഫെമിലിയിലാണ്. ഓക്കെ, ഫെമിലിയിലായിട്ട് വരും. അതല്ലാത്ത എല്ലാം ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലോ റഫേജ് ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഈ നോൺ വെജ്
നോൺ വെജ് കൊണ്ട് കുഴപ്പമില്ല, നോൺ വെജ് കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കഴിക്കണം, അതാണ് വേണ്ടത്. പിന്നെ മാത്രമല്ല ഈ കോളൻ ക്യാൻസറാണ് ഈ വായിലെ ക്യാൻസർ പോലെ തന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഫിറ്റ് ടെസ്റ്റ് എന്ന് ടെസ്റ്റ് ചെയ്താൽ മതി, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ചില ആവശ്യമുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, അതായത് നമ്മൾ ഈ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡയറ്റിലാണെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പം ഫുഡ് ഇൻടേക്ക് കുറയ്ക്കണം എന്നായിരുന്നു, അതിനുശേഷം പിന്നെ രാത്രി ഭക്ഷണം കഴിക്കരുതെന്നായി, പിന്നെ ഫ്രൂട്ട്സ് കൂടുതൽ, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ പബ്ലിക്കിനകത്തൊരു കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തൊരു കൺഫ്യൂഷനും കിടപ്പുണ്ട്. ശരിക്കും എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ അതിനകത്താണെങ്കിൽ നമ്മുടെ ഒരു പ്ലേറ്റിനകത്ത് ഐ തിങ്ക് ഗവൺമെൻറ് ഹാസ് പബ്ലിഷ്ഡ് എവറിവെയർ വാട്ട് ഷുഡ് ബി ദ ഐഡിയൽ പ്ലേറ്റ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അതിനകത്ത് ഹാഫ് ഷുഡ് ബി സം കൈൻഡ് ഓഫ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ വേണം. ഓക്കെ, ആൻഡ് ഹാഫ് ഷുഡ് ബി സം കൈൻഡ് ഓഫ് ഈ കാർബോഹൈഡ്രേറ്റും. ദാറ്റ് ഹാഫ് ഷുഡ് ബി one fourth. Then the 1/4 should be some kind of protein പോലെ വേണം. അങ്ങനെ ഒരു ഹാഫ് ഷുഡ് ബി റഫേജ്, ദെൻ 1/4 ഷുഡ് ബി സം കൈൻഡ് ഓഫ് പ്രോട്ടീൻ, മീറ്റ് പോലത്തെ എന്തെങ്കിലും, മീറ്റോ എന്തെങ്കിലും അതേപോലെ വെജിറ്റബിൾ ആയിട്ടുള്ളത്. പിന്നത്തെ ബാക്കിയുള്ള 1/4 ഷുഡ് ബി ഈ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഗൈഡ് ലൈൻ ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് അങ്ങനെ ചെയ്യേണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഗവൺമെൻറ്റുള്ള നമ്മളൊരു നമ്മുടെ കേരള ഗവൺമെൻറ് ഒത്തിരി ക്യാൻസർ കൺട്രോൾ സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സർക്കാർ ലെവലിൽ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇതൊരു ഞാൻ പറയും സർക്കാർ പ്ലസ്സും മൈനസും ഉണ്ട്. ഓക്കെ, പ്ലസ് എന്നുള്ള ഒരു വലിയതായിട്ടുള്ള ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാം പ്രൈവറ്റ് സെക്ടർ കാൻ ഡു ദാറ്റ്, ഓൺലി ഗവൺമെൻറ് ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, സോ വലിയ ആശയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഈസ് ദ ബെസ്റ്റ് വേ. പക്ഷേ ഇറ്റ്സ് എക്സ്ട്രീംലി സ്ലോ, എക്സ്ട്രീംലി ബ്യൂറോക്രാറ്റിക്. സോ ദാറ്റ് വിൽ ടെസ്റ്റ് യുവർ പേഷ്യൻ്റ് ഇൻ എ ബിഗ് വേ. സോ ഐ കുഡ് നോട്ട് സ്റ്റാൻഡ് ആഫ്റ്റർ 3 years. 3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങാൻ കാരണം അതായിരുന്നു. സോ ഐ കുഡ് നോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഫിക്സ്ഡ് ടൈമുണ്ട്, നമ്മുടെയൊക്കെ ലൈഫ് കുറച്ച് നാളെ വർക്ക് ചെയ്യുള്ളൂ, ആ സമയത്ത് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അത് കാരണം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അത് ഗവൺമെൻറ്റിൽ എളുപ്പമല്ല, അതിന് പേഷ്യൻസ് വേണം. പക്ഷേ ഗവൺമെൻറ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. പ്രൈവറ്റ് സെക്ടർ ഓൾസോ ക്യാൻ ബ്രിങ് ഇൻ എ ലോട്ട്. ഈ ഹൈ എൻഡ് ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ഓൺലി ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. സോ ഗവൺമെൻറ് ബ്യൂറോക്രസി നടക്കാൻ എന്താണ്? No, I think the end user has to come forward. So നമ്മളിപ്പോൾ കേരളത്തിൽ how the system improved is because the public became aware, public demand quick action. അപ്പം നിങ്ങളെപ്പോലെ മീഡിയ bring it up. അപ്പോൾ we cannot expect the government is what? Government is us. Government is not somebody else. We select the people to govern us. So we are part of the system. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റം വരെ നമ്മൾ തന്നെ പുഷ് ചെയ്യണം. പിന്നെ വി ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ പോലെ നമ്മൾ അവരോട് ചോദിച്ചാൽ നമുക്ക് വി ഓൾസോ ഹാവ് റെസ്പോൺസിബിലിറ്റി ഇല്ലേ. ക്യാൻസർ വാക്സിൻസിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഇപ്പോൾ ഉണ്ട്. എത്രമാത്രം ഇഫക്റ്റീവ് ആണ് ഈ വാക്സിൻസ്? അത് സെർവൈക്കൽ ക്യാൻസറിൻ്റെ HPV വാക്സിനാണ്. അത് വളരെ എഫക്റ്റീവാണ്. പക്ഷേ അത് ചില ആൾക്കാർ അതിനെ പ്രൊമോട്ട് ചെയ്യണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇറ്റ്സ് കമ്മിങ് ഡൗൺ എന്നുള്ളതാണ്. നൗ ഇറ്റ്സ് അബൌട്ട് 11 per 100,000. 100,000 11 പേരാണ്. കമ്മിങ് ഡൗൺ എന്നുള്ളത് നമ്മുടെ ബെറ്റർ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ബെറ്റർ മെൻസ്ട്രൽ ഹൈജീനും അതൊക്കെ കൂടെയാണ്. ഓക്കെ, കമ്മിങ് ഡൗൺ. പക്ഷേ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ അപ്പ്. നമ്മുടെ സെക്ഷൽ പ്രാക്ടീസ് എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ഗോ അപ്പ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ നൗ ഇറ്റ് വിൽ കേരളത്തിൽ അബൌട്ട് 7 per lakh ആണ് ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ ഇൻസിഡൻസ്. WHO ഒരു അനൗൺസ് ചെയ്ത് 2020 തോന്നുന്നു, സെർവൈക്കൽ ക്യാൻസർ എലിമിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ളത് HPV വാക്സിനേഷനാണ്. അപ്പം 4 per 100,000 ആകുകയാണെങ്കിൽ ക്യാൻസർ ഈസ് എലിമിനേറ്റഡ് എന്നുള്ളതാണ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറാഡിക്കേഷൻ അല്ല, നോട്ട് ബിക്കം എ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത്. അതിൻ്റെ പാർട്ടായിട്ട് HPV ചെയ്യണം, വാക്സിനേഷൻ ചെയ്യണം. അത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഇന്ത്യൻ വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുറത്തുനിന്നുള്ള വാക്സിൻ്റെ ചിലവ് ഒത്തിരി കുറഞ്ഞു കിട്ടും.
മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നമ്മുടെ ശങ്കരനാരായണ സാറിൻ്റെ തന്നെ സ്റ്റഡി ഉണ്ട്, ഒരു വാക്സിൻ എടുത്താൽ മതി എന്നുള്ളത്. നേരത്തെയാണ് 2 വാക്സിൻ വേണ്ട, ഒരു വാക്സിൻ എടുത്താൽ മതി എന്നുള്ള സ്റ്റഡി ഉണ്ട്. ഏത് ഏജിലാണ് അത് എടുക്കുന്നത്? അത് 12 to 14 എന്നുള്ള ഏജിൽ. ഈ കേരളത്തിലുള്ളവർക്ക് പൊതുവെ വാക്സിനോടൊരു വിമുഖതയുണ്ടല്ലോ, കാരണം വാക്സിൻ ആവശ്യമില്ലാതെ തന്നെ ഇങ്ങനൊരു ധാരണ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവില്ലേ? അതുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോവിഡ് സമയത്ത് അഡൾട്ടും വാക്സിനേഷന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ എഡ്യൂക്കേഷനാണ് മെയിൻലി. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് ദാറ്റ്. നമ്മുടെ ഇവിടെ മംസും മീസിൽസും ഒക്കെ കുറയാൻ കാരണം വാക്സിൻ കാരണമാണല്ലോ. പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്ത് വാക്സിൻ കാരണമാണ്. വാക്സിൻ്റെ സക്സസ് സ്റ്റോറി കാണിച്ചു കൊടുക്കണം. ചില സമയത്ത് ചില സൈഡ് ഇഫക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, നോട്ട് റിലേറ്റഡ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ HPV വാക്സിന് തന്നെ കുറച്ച് സൈഡ് ഇഫക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ട്. പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു വാക്സിൻ. സെർവൈക്കൽ ക്യാൻസർ മാത്രമാണ് വാക്സിൻ ഉള്ളത്? സെർവൈക്കൽ ക്യാൻസറിനാണ് നമ്മൾ മെയിനായിട്ട് വാക്സിൻ നമുക്ക് നോക്കാം. പിന്നെ ആണെങ്കിൽ ലിവർ ക്യാൻസറിനുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി കാരണമാണ് ഒത്തിരി ലിവർ ക്യാൻസർ വരുന്നത്. അത് ബാക്കിയുള്ളതൊക്കെ ഒന്നും ഒരു വാക്സിനായിട്ട് വന്നിട്ടില്ല. ഡോക്ടർ, യു മെൻഷൻ ലോഞ്ചിവിറ്റി. പക്ഷേ ഇപ്പം റീസെൻറ്റ് ന്യൂസ് റിപ്പോർട്ട്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് വളരെ ചെറുപ്രായത്തിലും ക്യാൻസർ ഇപ്പം ഭയങ്കരമായിട്ട്. Can you explain like what's the reason and what is it? അല്ല, അതൊരു റീസൺ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഒരു 10 കൊല്ലം ഏർലിയറാണ് വരുന്നത്. ഓറൽ ക്യാവിറ്റി ക്യാൻസറും ഇറ്റ്സ് ഹാപ്പനിങ് പുറത്തൊക്കെ ആണെങ്കിൽ ഒരു 60 to 70 ഏജിലാണ്. നമ്മുടെ ഇവിടെ 40 to 50 വരുന്നുണ്ട്. ചെറുപ്പകാലത്തും വരുന്നുണ്ട്. അത് മിക്കവാറും എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളുടെ ഇടയിൽ തന്നെ നമ്മൾ ഒബീസിറ്റി കൂടുതലുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ ഹാബിറ്റ് സ്റ്റാർട്ട്സ് ഏർലി. കേരളത്തിലില്ല, പുറത്ത് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് തന്നെ ഈ ഗുഡ്ക കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മെയിൻലി ബിക്കോസ് ഓഫ് ദ ഏർലി സ്റ്റാർട്ട് ഓഫ് ഹാബിറ്റ്സും പിന്നെ ലൈഫ് സ്റ്റൈലും കൊണ്ട് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും അങ്ങനെ സ്റ്റഡീസ് ഉണ്ടോ ഈ കേരളത്തിൻ്റെ വേഴ്സസ് അതർ സ്റ്റേറ്റ്സ് ഓർ ലൈക്ക് ഗ്ലോബലി ലൈക്ക് റീസെൻറ്റ് ട്രെൻഡ്സ് വിച്ച് ഷോ ദാറ്റ് at a very young age cancer is ഈ ഓറൽ ക്യാവിറ്റി ക്യാൻസറിനുണ്ട് സ്റ്റഡിയുണ്ട്. കേരളത്തിൽ നിന്നില്ല, ഇന്ത്യയിൽ നിന്നുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് ആയിട്ടുള്ള സ്പെസിഫിക് സ്റ്റഡി ഇല്ല, ഇന്ത്യയിൽ നിന്ന് സ്റ്റഡിയുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും നമ്മുടെ ഏജ് 10 years ഏർലി എന്നുള്ളതുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയുടെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ടുള്ള സ്റ്റഡി ഇല്ല. ഡോക്ടർ ഇപ്പം US-ലും റിസർച്ച് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഒരു ഹെൽത്ത് സിസ്റ്റം തമ്മിൽ ഉള്ളൊരു വ്യത്യാസം ഡോക്ടർ കണ്ടിട്ടുള്ളത്? മെയിനായിട്ടുള്ളത് US 2 സൈഡിലുണ്ട്. ഒന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ ദേ ഫോളോ ഗൈഡ് ലൈൻ, ദേ ഗോ ഫോളോ പ്രോസസ്സ്. ഓക്കെ, അത് ദേ ഫോളോ എവറി ഡീറ്റെയിൽ ദേ ഫോളോ. പിന്നെ രണ്ടാമതാണെങ്കിൽ ദേ ആർ വെരി ഇന്നൊവേഷൻ കോൺഷ്യസ് ആണ്. അത് ഹെൽത്ത് സിസ്റ്റം മാത്രമല്ല പേഷ്യൻസുമാണ്. ഇപ്പോൾ ഞാൻ റോസ്വെൽ പാർക്കിലാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് നെക്ക് യൂണിറ്റിൽ 80% പേഷ്യൻ്റ് വിൽ ബി പാർട്ട് ഓഫ് എ ക്ലിനിക്കൽ ട്രയൽ ഓഫ് ക്ലിനിക്കൽ റിസർച്ച്. നമ്മുടെ ഇവിടെ ഇല്ല. ഒരു റിസർച്ചിന് വേണ്ടിയിട്ട്, ഒരു ട്രയലിന് വേണ്ടിയിട്ട് അതിന് പാർട്ടാകാനായിട്ട് ഒറ്റ പേഷ്യൻസും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ പുറത്തൊക്കെയാണ് ആൾക്കാർ ചോദിച്ചു വരും, ഈ സാർ എ ട്രയൽ ഡേ. ഇപ്പോൾ എനിക്ക് സാധാരണ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അപ്പോൾ തന്നെ ഈ സിസ്റ്റം തന്നെ പറയും യു ആർ എലിജിബിൾ ഫോർ സർട്ടൻ സ്റ്റഡി എന്നുള്ളത്. അപ്പോൾ ദേ കം ഫോർ മെനി ഓഫ് ദ ട്രയൽസ്. ക്ലിനിക്കൽ ട്രയലിന് കേരളത്തിലും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ചീത്തപ്പേരുണ്ട്. ഉണ്ട്. അതെന്ത്? അത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടാണ്, അവയർനെസ് ഇല്ലാതെ. ദർ ആർ ലോട്ട് ഓഫ് സ്റ്റഡി ടു ഷോ ദാറ്റ് ഇഫ് യു ആർ പാർട്ട് ഓഫ് എ ക്ലിനിക്കൽ ട്രയൽ യുവർ ഔട്ട്കം വിൽ ഇംപ്രൂവ്. വെദർ യു ആർ ദ പ്ലാസിബോ ഓർ ദ ഇൻ്റർവെൻഷണൽ ആം, യു ഗെറ്റ് എ ബെറ്റർ ഔട്ട്കം. പക്ഷേ കേരളത്തിൽ ക്ലിനിക്കൽ ട്രയൽ ചെയ്യാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഗവൺമെൻറ് സിസ്റ്റത്തിലാവണം, പ്രൈവറ്റ് സെക്ടറിലായാലും. ഡോക്ടറിന് കരിക്കനോസ് ക്യുസാറ്റായിട്ട് ഒരു ക്ലിനിക്കൽ ട്രയലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതെ. അതെന്ത്? അത് ക്യൂസാറ്റായിട്ട് നമ്മൾ ജിനോമിക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പല ക്യാൻസറിൻ്റെയും ജിനോമിക് ലെവലിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. ക്യാൻസർ ജീനോം അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഗ്ലോബലി നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ പുറത്തുള്ള ഒരു ക്യാൻസറിൻ്റെ ജീനോം ആയിരിക്കില്ല ഇന്ത്യയിലുള്ള ക്യാൻസറിൻ്റെ ജീനോം. അതിൻ്റെ പാർട്ടായിട്ട് വി സ്റ്റാർട്ടഡ് ക്യാൻസർ ജീനോം പ്രോജക്റ്റ് ഫോർ ഇന്ത്യ. അതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഈ ക്യാൻസറിനെ ഇപ്പോൾ കണ്ടുപിടിക്കണത് ഇറ്റ്സ് അറ്റ് ജീനോമിക് ലെവലാണ്. പണ്ടൊക്കെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ വായിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വാമസ് സെൽ കാർസിനോമ, അഡിനോ കാർസിനോമ അതുപോലെയാണ്. ഇപ്പോഴങ്ങനെയല്ല, ഓരോ ജീൻ എന്തൊക്കെ ഡ്രൈവർ മ്യൂട്ടേഷൻസ് ആണ് ഉണ്ടെന്നുള്ളത് ജീനോമിക് ലെവൽ കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ ഇന്ത്യയിലുള്ള ജീനോ പാറ്റേൺ ഓഫ് മ്യൂട്ടേഷൻ നമ്മൾ അറിയണം. ഇപ്പോൾ ഒത്തിരി ജീനോമിക് ടെസ്റ്റുകൾ ഇന്ത്യയിൽ മുഴുവൻ കിട്ടുന്നുണ്ട്. പക്ഷെ അതെല്ലാം കോപ്പി ക്യാറ്റാണ്. പുറത്തുണ്ടാക്കുന്ന ടെസ്റ്റുകളുടെ കോപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് മാറ്റിയിട്ട് ഇന്ത്യയിലുള്ള ക്യാൻസർ ജീനോമിൻ്റെ പാറ്റേൺ അനുസരിച്ച് ജീൻ പാനൽസ് ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ കലൂരുള്ള ഞങ്ങളുടെ ലാബിൽ ഈ ഒരു പ്രോജക്റ്റ് എടുത്തേക്കുന്നത്. അതൊരു ഭാരത് ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. IIT മദ്രാസാണിത് ലോഞ്ച് ചെയ്തത്. ദാറ്റ്സ് ഗോയിങ് ഓൺ. പക്ഷെ നമ്മളുടെ കേരളത്തിൽ കാണുന്നത് ഈ പറയുന്ന റിസർച്ച് സെൻറ്റേഴ്സിൽ പോലും പാലിലും ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യുന്നത് RCCയിലായിരിക്കും. അതെ. അതിന് കാരണം എന്നുള്ളത് മെയിൻലി ബിക്കോസ് ഓഫ് റെപ്യൂട്ടേഷൻ. ഈ കൃഷ്ണൻ നായർ സാർ ഉണ്ടാക്കിയ ആ റെപ്യൂട്ടേഷൻ എന്നുള്ളത് ഇറ്റ്സ് അമേസിങ്. ഓക്കെ, ആ സാറാണ് പറഞ്ഞത് ക്യാൻസർ ഈസ് ക്യൂറബിൾ എന്നുള്ള ഒരു വാക്ക് ബസ്സിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ റെപ്യൂട്ടേഷൻ ഇസ് ബിഗ്. നമുക്കൊരു ക്യാൻസർ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കേരള പീപ്പിൾ വി ആർ വെരി ഇൽനെസ് കോൺഷ്യസ് പീപ്പിൾ എന്ന് പറഞ്ഞു. നമുക്ക് വന്നു കഴിഞ്ഞാൽ വിൽ ഗോ എനി പ്ലേസ് ടു ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ്. എത്ര ദിവസം ക്യൂ ചെയ്ത് നിൽക്കാനും കുഴപ്പമില്ല. ആ റെപ്യൂട്ടേഷന് പേരിൽ പോകുന്നതാണ്. അതിന് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ വി ഷുഡ് ഡെവലപ്പ് എ ഡീസെൻട്രലൈസ്ഡ് ക്യാൻസർ കെയർ മോഡൽ. Every PHC should undergo screening. Every taluk hospital should do biopsy and then basic surgery. പിന്നെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെയ്തപോലെ തന്നെ അവിടെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ ചെയ്യണം. വെരി റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ക്യാൻസർ മാത്രമാണ് ഇങ്ങനത്തെ RCC അല്ലെങ്കിൽ CCRC ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അതൊരു 100 കണക്കിന് ബെഡിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഡോക്ടർ ക്യാൻസർ ഇസ് ക്യൂറബിൾ എന്ന് പറഞ്ഞു. കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ എല്ലാ ക്യാൻസേഴ്സും? അല്ല അതെ, അതൊരു ആശയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ പറയും ഈ ക്യാൻസർ ക്യൂർ എന്നുള്ള 5 years സർവൈവൽ എന്ന രീതിയിൽ പറയുന്നത്. അതൊരു തെറ്റായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ടേമാണ്. കാരണം വെച്ചാൽ ക്യാൻസർ തിരിച്ചു വരുവാണെങ്കിൽ, സാധാരണ ക്യാൻസർ തിരിച്ചു വരുവാണെങ്കിൽ ഇറ്റ് വിൽ കം ബാക്ക് ഇൻ 5 years. If it doesn't come back in 5 years, it's cured. Okay. All cancers? Not all cancers. Those who cancer cured is cured. There is nothing called incure. ഒരു ക്യാൻസർ വന്നപ്പോൾ എനിക്ക് ഞാൻ പറയും തൈറോയിഡ് ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു, ഐ എം ക്യൂർഡ്, ഐ ഡോണ്ട് ഹാവ് ക്യാൻസർ. ഓക്കെ. അതുപോലെ തന്നെ ഈ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും, ഇന്നലെ ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടു, 5 കൊല്ലം കഴിഞ്ഞു, ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വായിലെ ക്യാൻസർ വന്നാണ്, ട്രീറ്റ് ചെയ്തു. സുധീന്ദ്ര കണ്ട പേഷ്യൻ്റാണ്. ഞാൻ പറഞ്ഞു ഇനി വരേണ്ട കാര്യമില്ല മാഡം, നിങ്ങൾക്ക് അസുഖമില്ല, രോഗിയല്ല, പോകോളം പറഞ്ഞു. ഓക്കെ. 5 വർഷം വരും. പക്ഷെ ചില ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ, ചില ക്യാൻസർ ഉണ്ട് ഇറ്റ് ക്യാൻ കം ബാക്ക് ലേറ്റർ. അങ്ങനെ വരുവാണെങ്കിൽ യു ഹാവ് ടു സർട്ടൻ ക്യാൻസർ യു ഹാവ് ടു ഫോളോ ഫോർ ലോങ്ങർ പീരീഡ്. അതെ. റിക്കറിങ് ക്യാൻസറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു വാക്സിൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ, അതിൻ്റെ ഒരു എന്തായി എന്നുള്ളതും. റിക്കറിങ് ക്യാൻസറിനെ ഇപ്പം എനിക്കറിയാം. അതിൻ്റെ ക്യാൻസർ വാക്സിൻസ് വരുന്നെന്ന് പറഞ്ഞിട്ടൊരു സമയത്ത് ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പറയുന്നത് റിക്കറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ വാക്സിൻസ് ഉണ്ടോ? അല്ല, അതിന് പല ഇതുണ്ട്. റിക്കറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള CAR-T പ്രോഗ്രാം പോലത്തെയൊക്കെ ഇതുണ്ട്. പക്ഷേ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നേരത്തെ റിക്കറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതുണ്ട്. അതിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പാറ്റേൺ ഓഫ് മ്യൂട്ടേഷൻ അനുസരിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കുലേറ്റിംഗ് ട്യൂമർ DNA എന്നുള്ളതുണ്ട്. ബ്ലഡ് ടെസ്റ്റ്, ലിക്വിഡ് ബയോപ്സി എന്നൊക്കെ ഉള്ളതാണ് രക്തത്തിൽ കൂടെ പരിശോധിക്കുന്നത്. സാധാരണ അസുഖം വന്നിട്ട് നമ്മൾ നോക്കുന്നത് പേഷ്യൻ്റ് നോക്കും, ക്ലിനിക്കിൽ നോക്കും, സ്കാൻ ചെയ്യും, പെറ്റ് സ്കാൻ എടുക്കുകയും ചെയ്യും. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ അറ്റ് ജീനോമിക് ലെവലിൽ തിരിച്ചു വന്നോ അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീൻ മ്യൂട്ടേഷൻ അനുസരിച്ച് നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ അതും പറഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ പിന്നെ ക്യാൻസർ ക്യൂർഡ് ആയി. അത് എല്ലാ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിനും അങ്ങനെ തന്നെയാണ്? എല്ലാം ഇല്ല. ചില ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനത്തെ ഇത് ഇറ്റ് ക്യാൻ കം ബാക്ക് ആഫ്റ്റർ 5 years വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ചില ക്യാൻസർ ഉണ്ട്, വായിലെ ക്യാൻസറൊക്കെ അത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്യാൻസർ വിൽ നോട്ട് കം ബാക്ക്. പക്ഷേ ഈ സെയിം ഹാബിറ്റ്സ് ഉണ്ടായതുകൊണ്ട് ദേ ക്യാൻ ഡെവലപ്പ് നദർ ക്യാൻസർ. പക്ഷേ പർട്ടിക്കുലർ ഇൻഡെക്സ് ക്യാൻസർ ഈസ് ക്യൂർഡ്. അങ്ങനെ
ഡോക്ടർ ഈ ക്യാൻസറിലെ ഹെറിഡിറ്റിയുടെ ഒരു റോൾ എത്രമാത്രമുണ്ട്? വളരെ കുറച്ചാണ്, ഓൺലി അബൌട്ട് 5-10%. ചില ക്യാൻസർ ഉള്ളൂ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, കോളൻ ക്യാൻസർ ഉണ്ട്, ഓവേറിയൻ ക്യാൻസർ, അങ്ങനെ കുറച്ച് ഹെറിഡിറ്ററി ആയിട്ടുള്ളത്. അതിനകത്ത് എല്ലാം ഇല്ല, അതിനകത്ത് ചെറിയൊരു സ്മോൾ പെർസെൻറ്റേജ്. ബാക്കിയുള്ള ക്യാൻസർ ഒന്നും ഹെറിഡിറ്ററി അല്ല. പിന്നെ ചില റെയർ ആയിട്ടുള്ള തൈറോയിഡ് ക്യാൻസർ ഒക്കെ ഉണ്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്റ്റിഗ്മ ഇപ്പോഴും പലരും പുറത്ത് പറയാൻ മടിക്കുന്നതൊക്കെ അതെ. സ്റ്റിഗ്മ വലിയൊരു ഫാക്ടർ ഇപ്പോഴും, അത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സ്റ്റിഗ്മ തന്നെയാണ്. അതെ. പ്രത്യേകിച്ച് യങ് ആൾക്കാർ, ഇപ്പോൾ സാറ് ചോദിച്ച പോലെ യങ് ആൾക്കാർക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാനും ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിക്കാനായിട്ടുള്ള ആലോചന കുറയുന്നുള്ള ഇതുകൊണ്ട്. പിന്നെ മാത്രമല്ല ഫാമിലി വന്നു കഴിഞ്ഞാൽ പറയും ആ ഫാമിലിയിൽ കുടുംബത്തിൽ ക്യാൻസർ ഉണ്ടാവും എന്നുള്ള അങ്ങനത്തെയൊക്കെ ഇതുണ്ട്. അത് ക്യാൻസർ അങ്ങനെ പേടിക്കേണ്ട അസുഖമല്ല, അത് വന്നാൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാവുന്ന അസുഖമാണെന്നുള്ള ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണം. കുട്ടികളിൽ വരുന്ന ക്യാൻസേഴ്സ് ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്? മിക്കവാറും വരണം എന്നുള്ളത് ഈ ഒന്നുകൂടി ബ്ലഡ് ക്യാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രെയിൻ ക്യാൻസർ, ചില സാർക്കോമാസ് ഉള്ളത് മിക്കവാറും ബ്ലഡ് ക്യാൻസറാണ്, അല്ലെങ്കിൽ പിന്നെ സാർക്കോമാസ് അല്ലെങ്കിൽ ബ്രെയിൻ ക്യാൻസർ. അല്ല. സോ അതുകൊണ്ട് തന്നെയാണ് അതൊരു ജിനോമിക് ഡിസീസാണ്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഹെറിഡിറ്ററി ബട്ട്സ് എ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ക്യാൻസർ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ക്യാൻസർ ഈസ് എ ജിനോമിക് ഡിസീസ്, മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ കൊച്ചു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പോഴാണ് എറർ ഇൻ സെൽ ഡിവിഷൻ നടക്കുന്നതും ആ ചെറിയ പ്രായത്തിലാണ്. പക്ഷേ ചെറിയ ഗ്രൂപ്പ് ഓഫ് ക്യാൻസർ ഉണ്ട്. ഈ ലുക്കീമിയ, ബ്ലഡാണ് ഏറ്റവും കൂടുതൽ ഡിവൈഡ് ചെയ്യുന്ന സെല്ല്. ബ്രെയിനും ആ കൊച്ചു പിള്ളേർ സമയത്ത് ഒത്തിരി ഡിവൈഡ് ചെയ്യുന്ന ഒരു ട്യൂമറാണ്. അതുപോലെ ബോണ്ട് എൻഡ്സൊക്കെ അതൊക്കെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന സെൽസാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പീഡിയാട്രിക് ക്യാൻസർ. പക്ഷേ പീഡിയാട്രിക് ക്യാൻസറിൻ്റെ ഗുണം എന്നുള്ളത് അതിൻ്റെ ക്യൂർ റേറ്റ് ഹസ് ബിക്കം വെരി വെരി ഗുഡ് നൗ. ഇറ്റ് ഈസ് ഓവർ 85-90% ക്യൂർ റേറ്റ് ഉണ്ട് ബ്രെയിൻ ആ കൊച്ചു പിള്ളേർക്ക് വരുന്നത്. അല്ല, മിക്കവാറും ഇപ്പോൾ എല്ലാ ട്രീറ്റ്മെൻ്റ് ഒക്കെ മിക്കവാറും കീമോതെറാപ്പി ആയിരിക്കും. കീമോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി ആയിരിക്കും. ഡോക്ടർ, ഒരു പെർസെപ്ഷൻ ഉണ്ടെന്ന് ഈ the cost of treatment, like so there are several instances where people go bankrupt treating the cancer. So and now you are advocating better to preventive and so how do you balance, especially in the private sector? ഞാൻ പറയും ഇതിന് കോസ്റ്റ് കൂടാൻ കാരണം എന്താണ്? കോസ്റ്റ് കൂടാൻ കാരണം എന്നുള്ളത് നമ്മൾ every day some new innovations are coming, but if you look at the innovation, none of the innovation happens in our country. Almost all the innovation, new molecules we are importing. For example, എൻ്റെ ഫീൽഡിൽ തന്നെയാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ളത്, ഇമ്മ്യൂണോതെറാപ്പി ഈസ് ചേഞ്ചിങ് ക്യാൻസർ ഔട്ട്കം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഓൾമോസ്റ്റ് ലൈക്ക് 1 or 2 lakhs per cycle. ഓക്കെ, നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഇന്നോവേഷൻസ് എല്ലാം നടക്കുന്നത് പുറത്താണ്, അതിൻ്റെ ട്രയൽ നടക്കുന്നതും പുറത്താണ്. വളരെ കുറച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇന്നോവേഷൻ ഷുഡ് ഹാപ്പൻ ഇൻ ദ കൺട്രി. അൺനെസസറി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതുണ്ടോ കേരളത്തിൽ? അതായത് അനാവശ്യമായ ടെസ്റ്റുകൾ, അനാവശ്യമായ ട്രീറ്റ്മെൻറ്റ്. ഇല്ല, കേരളത്തിലെ ആൾക്കാർ ഇറ്റ്സ് നോട്ട് ലൈക്ക് എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ്. ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. അത് കാരണം കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ദ കൺട്രി ഐ തിങ്ക് വി വിൽ ബി മച്ച് ബെറ്റർ ഓഫ്. And doctors are also, the corporations happened only very recently. Previously it was most of the hospitals are owned by doctors, by the religious organizations, so not for profit to hospital, and so they are the champion. They will try to contain the cost. Okay, so those hospitals should be kept at any cost, but their longevity is numbered. നോക്കുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ അറിയാം, പല ഡോക്ടർമാരുടെ ഹോസ്പിറ്റൽ ടേക്കൺ ഓവർ ബൈ കോർപ്പറേറ്റ് സെക്ടർ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ ഹോപ്പ്ഫുള്ളി സം ഓഫ് ദം വിൽ സ്റ്റേ ആൻഡ് ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദ കോസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ്. ചെയ്യാം. ഡോക്ടറുടെ മുന്നിൽ വരുന്ന പേഷ്യൻസ് അധികവും കൺഫേംഡ് ക്യാൻസർ പേഷ്യൻസ് ആണോ, അതോ ടെസ്റ്റ് റിസൾട്ട് നടത്തി അറിയാൻ വരുന്നവർ, അങ്ങനെയുണ്ട്? രണ്ട് കാറ്റഗറി ഉണ്ട്. ഞങ്ങളുടെ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമിലൊക്കെ നടക്കണ എല്ലാം, ഈ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് നടക്കണ എല്ലാം ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ സിസ്റ്റത്തിൽ കൂടെ കണ്ടുപിടിക്കാനാണ്.
പക്ഷെ ഞാൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേക്ക് ഷോർ ഹോസ്പിറ്റലിലോ സുധീന്ദ്രയിലോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻസർ കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഒത്തിരി പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്നത് ക്യാൻസറിന് ആദ്യത്തെ ട്രീറ്റ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വരിക. ബേസിക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ടാകും, അത് കഴിഞ്ഞിട്ട് വരും. പക്ഷേ ഒരാളുടെ വിൽ പവറും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്യൂർ വരുന്നത്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? അതുണ്ട്. അത് 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 ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല നമുക്കത്. പക്ഷേ വി ഹാവ് സീൻ ഓൾമോസ്റ്റ് എവറി ഡോക്ടർ വിൽ സേ ദ എക്സാമ്പിൾ. പീപ്പിൾ ഹു ആർ സം ആർ ഫൈറ്റേഴ്സ്, ദേ ഫൈറ്റ്, ഓക്കെ, they will live longer and they can be cured better. നമുക്ക് there are now correlation between the immune system and the positive attitude. അതുണ്ട്, ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഒരാളുടെ വിൽ പവറിന് വലിയ റോളുണ്ട്. അത് ഞാനിപ്പോഴും പറയാം, ഡോക്ടർമാരുടെ ജോലി എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആസ് എ സർജൻ, മൈ ജോബ് ഈസ് നോട്ട് ജസ്റ്റ് റിമൂവിങ് ദ ട്യൂമർ. ക്യൂറിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഹൗ ടു ഹാൻഡ് ഹോൾഡ് ദം, ഹൗ ടു മെൻ്റലി പ്രിപ്പയർ ദം ടു ഗോ ത്രൂ ദ ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഡോക്ടർ. ഞാനിപ്പോഴും പറയും, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി എ ഡോക്ടർ, ക്യാൻസർ ഡോക്ടർ, ദെൻ ഓൺലി ഷുഡ് ബി എ സർജൻ. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. ഓപ്പറേഷൻ എന്നുള്ള ഒരു പാർട്ടാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരു ക്യാൻസർ ആണെന്ന് പറയുന്നതിനെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. Men are mostly, they don't open up, they bottle up everything within themselves, and they take a lot of burden within themselves because they have to take care of their family. Adellam undu, that is there in their that, but they bottled up everything, and we can see them breaking down in one-to-one ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ. വിമൻ ആർ എക്സ്പ്രസീവ്, അതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. സോ ദേ ഗെറ്റ് മോർ അറ്റൻഷൻ ബിക്കോസ് ഓഫ് ദാറ്റ്, ഓക്കെ. പക്ഷേ once you mentally prepare them and you evaluate how they are, mental makeup is different from one person to another. But doctors within no time will be know who is who എന്നുള്ളത്. അപ്പോൾ we prepare them for that. ഡോക്ടർ, ഇമ്മ്യൂണോതെറാപ്പിയിലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ? ഇമ്മ്യൂണോതെറാപ്പിയാണ് ഇറ്റ്സ് സംതിങ് വിച്ച് ഈസ് ഗോയിങ് ടു ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ചേഞ്ചിങ്, ഓക്കെ. ഇപ്പോൾ ഉള്ളതാണെങ്കിൽ ഈ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റർ എന്നുള്ളതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത് 3-4 കൊല്ലം മുമ്പ് കിട്ടിയത്, ഓക്കെ. അതാണ് ഇപ്പോൾ ഉള്ള കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അതെന്നുള്ളത് ഈ ഒരു T സെൽസ് എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ നശിപ്പിക്കുന്ന സെൽസ്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്യൂമർ ബ്ലോക്സ് ദാറ്റ്. ആ ബ്ലോക്കേഡിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു PD-1 PD-L1 ഇൻഹിബിറ്റർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പണ്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ക്യാൻസർ ഒത്തിരി ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് സർജറിയുടെയും റേഡിയോതെറാപ്പിയുടെ ഒക്കെ കൂടെ ഇത് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്കം കൂടുന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് ഓൺലി ദ ബിഗിനിങ്, ഓക്കെ. പിന്നെ വരുന്നതാണ് കാർട്ടി സെൽസ് എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ടാറ്റ സ്റ്റാർട്ടഡ് കാർട്ടി സെൽ എന്നുള്ളത് ഈ T സെൽസിൻ്റെ ആ റിസെപ്റ്റർ യു ക്യാൻ എൻജിനിയർ ഫോർ എ പെർട്ടിക്കുലർ ട്യൂമർ. അപ്പോൾ ദറ്റ് വിൽ ഗോ ആൻഡ് ബൈൻഡ് ഓൺലി ടു ദാറ്റ് പെർട്ടിക്കുലർ ട്യൂമർ ആൻഡ് ടാർഗറ്റ് ചെയ്യുന്നത്. അത് മിക്കവാറും ലിംഫോമ, ലുക്കീമിയ എന്നുള്ളതിനാണ്. ദാറ്റ് വിൽ ഇപ്പോൾ കുറച്ച് അസുഖം മാത്രമേ ഉള്ളൂ, പക്ഷേ ദാറ്റ് വിൽ ഇൻക്രീസ് വെരി വെരി സൂൺ. അത് കഴിഞ്ഞിട്ട് വരിക എന്നുള്ളതാണ് ജീൻ എഡിറ്റിംഗ് വരിക എന്നുള്ളത്. ക്രിസ്പർ വെച്ചിട്ട് ജീൻ എഡിറ്റിംഗ്, ലോട്ട് ഓഫ് ട്രയൽസ് ആർ ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. അതുകൊണ്ട് ഒത്തിരി ജീൻ എഡിറ്റ് ചെയ്തിട്ട് വി ക്യാൻ ബൂസ്റ്റ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ക്യാൻ കൺട്രോൾ ക്യാൻസർ. ആദ്യം നമ്മുടെ വിൽ പവറിനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെയാണ് ഈശ്വര വിശ്വാസം. ഡോക്ടറുടെ മുന്നിലും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വന്നിട്ടുണ്ടാവും. ഈ അവരുടെ ഈ അസുഖവുമായി കോപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ ദൈവത്തിൽ വിശ്വാസം എന്നുള്ളത് പറയണത് ഇറ്റ്സ് ലൈക്ക് എൻ ആങ്കർ, ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ തലയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും യു ഗോ ക്രേസി. ബിക്കോസ് നമ്മുടെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യണം, സൈഡ് ഇഫക്ട്സ് വേണം, ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാം ഉണ്ട്. ഇഫ് യു പുട്ട് എവറിത്തിങ് ഇൻ യുവർ ബ്രെയിൻ. സോ നമ്മുടെ ഇന്ത്യൻ സൈക്കിയുടെ ഒരു ഗുണം എന്നുള്ളത് വി ട്രസ്റ്റ് ഇൻ, മെനി ഓഫ് us ട്രസ്റ്റ് ഇൻ ഗോഡ്, ഓക്കെ. അപ്പോൾ ആ ട്രസ്റ്റ് ഇൻ ഗോഡ് ഈസ് എ ബിഗ്ഗസ്റ്റ് ആങ്കർ. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ദൈവത്തിൽ വിട്ടുകൊടുക്കുക എന്നുള്ളത്, ഡോണ്ട് ട്രൈ ടു പുട്ട് എവറിത്തിങ് ഇൻ യുവർ ബ്രെയിൻ. That is one of our biggest blessing compared to when I go to America. They don't have that faith. നമ്മൾ കൊച്ചിലെ മുതൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ ഇന്ത്യയിൽ.
നമ്മുടെ നാട്ടിൽ. അവിടെയാണ് വളരെ കുറച്ച് പേര് വിശ്വസിക്കുന്നവരുള്ളൂ. അത് ദേ ബ്രേക്ക് അപ്പാർട്ട് വെരി വെരി ഫാസ്റ്റ്. പിന്നെ ഫാമിലി സപ്പോർട്ടും വളരെ കുറവാണ്. അപ്പോൾ ഈശ്വര വിശ്വാസം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനെപ്പോഴും പറയാനുള്ളതാണ്, ഈ ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ക്യാൻസർ ഡോക്ടർമാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ദേ വിൽ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അത് വി വിൽ ബിക്കം എ ബിലീവർ ഇൻ യുവർ ക്യാൻസർ ഡോക്ടർ. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, സോ ഐ ഹാവ് എ പേഷ്യൻ്റ് ഹാഡ് ഒരു സലൈവറി ഗ്ലാൻഡ് ക്യാൻസർ ആയിരുന്നു. ഓപ്പറേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും പടർന്ന് എൻ്റെ ബോഡി വാസ് ഫുൾ ഓഫ് ട്യൂമർ. ഓക്കെ, സോ ഐ ഹാഡ് ടു ഡു എൻ എമർജൻസി ട്രക്കിയോസ്റ്റമി, ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൺഡേ ചെയ്യണം, ട്യൂമർ അത്ര വലുതായിട്ട്. ആ പേഷ്യൻ്റ് ഇന്നലെ ഞാനത് കണ്ടു. ഇപ്പോൾ ഏതാണ്ട് 2 കൊല്ലത്തോളമായി. അത് കഴിയുമ്പോഴത്തേക്കും വി ഗേവ് ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ് ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തു. ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ചെയ്യണത് കൊണ്ട് 1 or 2%. But she had the firm belief that this asthma will be cured. So I didn't believe that. I did not believe that it would be cured. But I could see in front of my eyes the whole disease disappeared. Other that I don't have any solid data that this because of the God's belief, but it worked. But I can see that she was never always been happy. Happy means contented, never questioned that why I got the cancer, why tumor came back. ആ ക്വസ്റ്റ്യൻ ചെയ്യണതില്ല. ലെഫ്റ്റ് ഗോഡ് ടു സോൾവ് ദ പ്രോബ്ലം. ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് പോലെയാണത്. ഡോക്ടർ, ഈ ആയുർവേദൻ്റെ ഒരു റോളുണ്ടല്ലോ, അതിലും ഒരുപാട് ഡോക്ടേഴ്സ് ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും ആയുർവേദ അതെല്ലാം ഫോളോ ചെയ്യേണ്ടത് അലോപ്പതി ആണെന്ന് പറഞ്ഞിട്ട്. അറ്റ് ദ സെയിം ടൈം അതിനൊരു വേ ഓഫ് ലിവിങ് ആയിട്ടും കാണും. ഡോക്ടർ ഇതിൽ ഏതിനാണ്? Definitely, Ayurveda is a system, medical system developed in our country that definitely is effective. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ആയുർവേദത്തിൻ്റെ ഒരു കുഴപ്പം എന്നുള്ളത്, ദേ ഡോണ്ട് ടെസ്റ്റ് ഇറ്റ്, ദേ ഡോണ്ട് പ്രൂവ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ഇൻഡിവിജ്വൽ ഡോക്ടറിൻ്റെ കഴിവനുസരിച്ച് ആണ് അത് തീരുമാനിക്കുന്നത്. അതൊരു സിസ്റ്റമായിട്ട് കൊണ്ടുവരികയും അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്രയും നാളിൽ ഇപ്പോൾ ആയുഷൊക്കെ വന്നപ്പോൾ ഗ്രാജുവലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്ലിനിക്കൽ ട്രയൽ സാധാരണ ഒരു സ്ട്രക്ചേർഡായിട്ട് ക്ലിനിക്കൽ ട്രയൽ ഫോമാറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. അത് കാരണം ദേ ക്യാൻ ബി വേരിയബിലിറ്റി. ചില വൈദ്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ യു ഗെറ്റ് ദ ക്യൂർ, ബട്ട് ഇഫ് യു ഗോ ടു അനദർ വൈദ്യൻ യു ഡോണ്ട് ഗെറ്റ് ദ ക്യൂർ. പക്ഷേ അതർ മോഡേൺ മെഡിക്കൽ സിസ്റ്റം അതുണ്ടാവില്ല. യു സ്റ്റാൻഡർഡൈസ് ദ പ്രോസസ്സ്. അതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ആയുർവേദം ഡെഫിനറ്റ്ലി ഈസ് ഇഫക്റ്റീവ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞളുണ്ടല്ലോ. സോ വി ഡിഡ് എ സ്റ്റഡി അബൌട്ട് മഞ്ഞൾ, കുർക്കുമിൻ എന്നുള്ളത്. അപ്പോൾ ഈ വായിലെ ക്യാൻസറിന് മുമ്പായിട്ടൊരു പ്രീ ക്യാൻസർ ഉണ്ട്, ലൂക്കോപ്ലേക്ക എന്നുള്ളത്. അതിനെ മഞ്ഞൾ വെച്ച് ക്യൂർ ചെയ്യാമെന്നുള്ളത്. സോ പീപ്പിൾ യൂസ് ടു അപ്ലൈ മഞ്ഞൾ ഓൺ ടോപ്പ് ഓഫ് ദ വൂണ്ടില്ലേ. അപ്പോൾ അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ സോ വി ഡിഡ് സം അനിമൽ സ്റ്റഡി ടു വർക്ക്. അതിന് വി ഡിഡ് എ ട്രയൽ ഹിയർ ആൻഡ് ദാറ്റ് ഫൗണ്ട് 60% പേഷ്യൻസിന് മഞ്ഞൾ കുർക്കുമിൻ ക്യാൻ ക്യൂർ എന്നുള്ളത്, ഈ പ്രീ ക്യാൻസർ കണ്ടീഷൻ. പക്ഷേ വി ഡിഡ് എ സ്റ്റഡി ബേസ്ഡ് ഓൺ ദ ആയുർവേദിക് പ്രിപ്പറേഷൻ. അതുപോലെ വി ഹാവ് ടു ഡു സിസ്റ്റമാറ്റിക് സ്റ്റഡി. സോ ആയുർവേദ ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ദ ഓവറോൾ ക്യാൻസർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത്, ഈ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവരണം. ഈ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കേരളം ഇപ്പോഴും ഈ ക്യൂറേറ്റീവ് മോഡലിലാണ് നിൽക്കുന്നത്. നമ്മൾ പ്രിവെൻഷനിലേക്ക് പോയിട്ടില്ല. ദോ നമുക്ക് ഈ ഏർലി ഡിറ്റക്ഷൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷിഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണ് പ്രിവെൻറ്റീവ് കെയറിലേക്ക് പോകുന്നത്? അത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് അത് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ക്യാൻസർ എന്നുള്ളത് പേടിക്കേണ്ടാത്ത അസുഖമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ, ഈ ക്യാൻസർ എന്നുള്ള ഇറ്റ്സ് എ ജിനോമിക് ഇവോൾവിങ് ഡിസീസാണ്. അപ്പോൾ പ്രീ ക്യാൻസറുള്ള ജീനോം എന്നുള്ള ഇറ്റ്സ് എ മൈൽഡ് ഡിസീസ്. വെൻ ഇറ്റ് ബിക്കം ഏർലി സ്റ്റേജ് ആകുമ്പോൾ കുറച്ചും കൂടി അഗ്രസീവ് ആകും. വളരെ മെറ്റസ്റ്റാറ്റിക് ഡേ ആകുമ്പോൾ ദാറ്റ് ബിക്കം എ റിയലി വൈൽഡ് സെൽ. ഇറ്റ്സ് ക്യാൻസർ സെൽസ് ഈസ് എസെൻഷ്യലി അവർ സെൽസ് become a rogue, okay, become really bad when you become metastatic stage. പക്ഷേ it can be controlled, it can be managed if it is picked up at a pre-cancer or early cancer stage. അപ്പോൾ അതാണ്. സോ ആ അഡ്വാൻസ് സ്റ്റേജിലാണ് ഈ ഇമ്മ്യൂണോതെറാപ്പിയും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടത്.
ഏർലി സ്റ്റേജിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സിംഗിൾ മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ വായിലെ ക്യാൻസർ തന്നെയാണെങ്കിൽ ഏർലി സ്റ്റേജിലാണെങ്കിൽ ഒരു സിമ്പിൾ സർജറി കൊണ്ട് മാറ്റിയാൽ മതി, ഓൾമോസ്റ്റ് 80-90% ക്യൂർ റേറ്റ് ഉണ്ട്. ഇപ്പോൾ സെയിം അസുഖം സ്റ്റേജ് 4 ആണെങ്കിൽ ഓൺലി 20% ക്യൂർ റേറ്റ് ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ജീനോം റെവല്യൂഷനെ കുറിച്ച് ഡോക്ടർ സംസാരിച്ചാൽ അതെ അതെ ഈ ജീനോം റെവല്യൂഷൻ എത്രമാത്രമായിരിക്കും നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ മാറ്റം കൊണ്ടുവരാൻ? ഒത്തിരി. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരുമാതിരി എല്ലാ ഡിസ്കവറിയുടെയും പുറകിൽ ജിനോമിക് റെവല്യൂഷനാണ്. ഈ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റർ എന്ന് ഇമ്മ്യൂണോതെറാപ്പി പറഞ്ഞു, അത് കണ്ടുപിടിച്ച് ജിനോമിക് റെവല്യൂഷനും കണ്ടാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സർക്കുലേറ്റിംഗ് ട്യൂമർ DNA ഈ ക്യാൻസർ തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിച്ചത് ജീനോമിക് റെവല്യൂഷൻ കൊണ്ടാണ്. ക്യാൻസർ ജീനോം അറ്റ്ലസും കൊണ്ട് ഒരുമാതിരി എല്ലാ ക്യാൻസറിൻ്റെ ഈ ഹ്യൂമൻ അറ്റ്ലസ് ജീനോമിക് അറ്റ്ലസ് പോലെ തന്നെ ഓരോ ക്യാൻസറിൻ്റെ ജീനോമിക് അറ്റ്ലസ് കണ്ടുപിടിച്ചു. അതിൻ്റെ കൊണ്ട് തന്നെ അറിയാൻ പറ്റും വിച്ച് ആർ ദ ഡ്രൈവർ മ്യൂട്ടേഷൻ എന്ന് പറയും. ഒരു മിക്കവാറും ക്യാൻസറിന് പല പല ഡ്രൈവേഴ്സ് ഉണ്ട്, പല മ്യൂട്ടേഷൻ, തൗസൻഡ്സ് ഓഫ് മ്യൂട്ടേഷൻ ഉണ്ടാവും. അതിനകത്ത് 2-3 ആയിരിക്കും ദേ ആർ ഡ്രൈവ് ദ എൻറ്റയർ മ്യൂട്ടേഷൻ. അതിനെ കണ്ടുപിടിച്ചിട്ട് വി ക്യാൻ ടാർഗറ്റ് ദം. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ആണ് പുതിയ മരുന്ന് കൊണ്ട് ഇതിനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വരും. സോ ഡെഫിനറ്റ്ലി ദ ബേസിസ്, ദ ഫണ്ടമെൻ്റൽ ബേസിസ് ഓഫ് ഓൾ ദിസ് പുതിയ ഇന്നോവേഷൻ ഈസ് ക്യാൻസർ ജിനോമിക്സ് ആണ്. ഡോക്ടർ, ആദ്യമേ സലൈവറി ഗ്ലാൻഡ് ക്യാൻസറിനെ പറ്റി അതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് ഡോക്ടർ? അത് ചില ക്യാൻസർ നമുക്ക് ആ കാരണം അറിയാൻ പാടില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട പേഷ്യൻ്റ്, അതൊരു ട്യൂമറാണ്, അതിന് കാരണം സലൈവറി ഗ്ലാൻഡ് ട്യൂമറാണ്, അതിന് കാരണം അറിയാൻ പാടില്ല. അതിൻ്റെയൊക്കെ സിംറ്റംസ് എന്താണ്? മുഴയായിട്ട് സലൈവറി ഗ്ലാൻഡ്സ് മുഴ പോലെ, കവിളിനകത്ത് മുഴ പോലെ വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലേഡിക്കാണെങ്കിൽ താടികളുടെ താഴെ ഒരു മുഴ പോലെ കണ്ടു. മുഴ പോലെ കണ്ടപ്പോൾ പരിശോധിച്ചപ്പോൾ ക്യാൻസറായിട്ട് കണ്ടുപിടിച്ചു. അതിനായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. ഡോക്ടർ, ഈ റീജിയണൽ വേരിയേഷൻസ് ഉണ്ടോ ക്യാൻസർ ഒക്കുറൻസസിന്? നമ്മുടെ കേരളത്തിൽ തന്നെ നോർത്തേൺ സൈഡിൽ കൂടുതൽ സർട്ടൻ കൈൻഡ് ഓഫ് ക്യാൻസേഴ്സ് ആണ്. അത് എനിക്ക് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് വി ഡോണ്ട് ഹാവ് എ കേരള വൈഡ് ആയിട്ടുള്ള ക്യാൻസർ രജിസ്ട്രി ഇല്ല. ഉണ്ട്, ഗവൺമെൻറ് രജിസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴാണ് നമുക്ക് 3 പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രി ഉള്ളൂ. ഒന്നാണ് ട്രിവാൻഡ്രത്തും, പിന്നെ കരുനാഗപ്പള്ളി, പിന്നെ മലബാറിൽ. എൻ്റെ കേരളത്തിലായിട്ടുള്ള ഒരു ക്യാൻസർ രജിസ്ട്രി ഇല്ല. പിന്നെയുള്ളത് ഹോസ്പിറ്റൽ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രി ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കണക്കെടുക്കുന്ന സ്ഥലത്ത് ക്യാൻസർ കൂടുതലുണ്ടാവുന്നുള്ളൂ. പക്ഷേ പാറ്റേൺ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ കോളൻ ക്യാൻസർ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും, അതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വലിയ ലാർജ് എമൗണ്ട് ഒരു എക്സ്റ്റെൻറ്റ് ഓഫ് വേരിയേഷൻസ് വിത്തിൻ കേരളത്തിലുണ്ട്. പക്ഷേ ഈ ഇന്ത്യ മുഴുവൻ നോക്കുവാണെങ്കിലുണ്ട്. ഇന്ത്യ മുഴുവൻ നോക്കി സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത്. നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ വായിലെ ക്യാൻസറും അതൊക്കെ ഉള്ളത്. ഈ നോർത്ത് ഈസ്റ്റിലാണ് നേസോഫാരിങ്സ് എന്ന് പറഞ്ഞ ക്യാൻസറൊക്കെ ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റിലാണ്. അതിനൊക്കെ ഒരു ചില ഗാൻജറ്റിസ് ബെൽറ്റിലാണെങ്കിൽ ഈ ഗോൾ ബ്ലാഡറിൻ്റെ ക്യാൻസർ വരിക എന്നുള്ളത് അത് എന്തോ കാരണം ഉണ്ടായിരുന്നു. കാരണം ഇതുവരായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ റീജിയണലായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തെങ്കിലും അണ്ടർലൈൻ കാരണം ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം. സ്ത്രീകളുടെ ഇടയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസും കൂടി വരുന്നുണ്ട്. അത് സോ 1 in 4 വിമൻ ആർ അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. അതിന് പല ലൈഫ് സ്റ്റൈലാണ് വലിയൊരു കാരണം. എക്സസൈസ് മാത്രമല്ല, നമ്മുടെ കുട്ടികളുണ്ടാകുന്ന ടൈമുണ്ട്. ഇപ്പോൾ എല്ലാവരും ജോലി പോവും. ഇപ്പോൾ late 20s early 30s ആദ്യത്തെ കൊച്ചുണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു So you advise early marriage? ഏർലി മാരേജ് അല്ല, നേരത്തെ. പക്ഷേ മാരേജ് അല്ല ഞാൻ പറഞ്ഞത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് ക്യൂറബിൾ. ആ ഒരു സമയം വരുമ്പോഴാണ് പലരും ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. വിൽ ഹാവ് ടു ലേൺ ഹൗ ടു ഡു ബ്രസ്റ്റ് എക്സാമിനേഷൻ. ദാറ്റ് ഷുഡ് ബിക്കം ഒരു ഹാബിറ്റ് ആകണം. അതിന് വേണം. അത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. AI-യുടെ വരവ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചിലവ് ചുരുക്കാനും പുതിയ ചെയ്യാനും സഹായിക്കുമോ? എക്സാമ്പിൾ എൻ്റെ ഫീൽഡിൽ തന്നെ പറയാം. ശങ്കർ നാരായൺ സാറിൻ്റെ സ്റ്റഡി ഞാൻ പറഞ്ഞു. യു സെൻഡ് എ ഹെൽത്ത് വർക്കർ ടു ദ കമ്മ്യൂണിറ്റി, വായിൽ നോക്കുക, ക്യാൻസറിൻ്റെ അടയാളം ഉണ്ടെങ്കിൽ ഗോ ടു പ്ലേസ് ടു ബയോപ്സി. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു 2% കംപ്ലയൻസ് ഉള്ളൂ. അത് സ്റ്റഡിയിലാണ്, എല്ലാവരും പഠിപ്പിച്ചിട്ടാണ്. ഞങ്ങളൊരു സ്റ്റഡി നടത്തി. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദ പ്രൊഫഷണൽസ് ഐ, you take an image with the camera, okay,
ആ ക്യാമറയിൽ യു പുട്ട് എ ഫിൽറ്റർ ടു ഡു ബോത്ത് വൈറ്റ് ലൈറ്റും പിന്നെ ഓട്ടോ ഫ്ലൂറസൻസും അതാണ്. എല്ലാ ക്യാൻസർ ടിഷ്യൂ പ്രൊഡ്യൂസ് സർട്ടൻ ഫ്ലൂറസൻസ്. പക്ഷേ ഹ്യൂമൻ ഐ കാൺ ഡിഫറൻഷിയേറ്റ്. അതിന് ഇമേജ് അനാലിസിസ് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ളൂ. യു അനലൈസ് ആൻഡ് ദെൻ വി ഡെവലപ്പ് 2 algorithms. One can be done with the power of a phone, another one sent to the cloud, and cloudൽ ഡീപ്പർ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് അനലൈസ് ചെയ്യാന്നുള്ളൂ. ഈ സ്പെഷ്യലിസ്റ്റിൻ്റെ അക്യുറസി എന്ന് പറഞ്ഞാൽ 92%, ഈ ക്ലൗഡ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അക്യുറസി 87%. Okay, or this was a study of about 30,000 images. So if you have about 1,000 lakhs of images, the specialist ഒരു ഹെൽത്ത് വർക്കർ വലിയ സ്വന്തമായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇമേജ് അനാലിസിസ് ചെയ്താൽ ഐ നോ വെർ there is a cancer or not. So AI will improve the accuracy and democratize the knowledge to ordinary people. So upskill നടത്താൻ പറ്റും. upskill ചെയ്യുകയാണെങ്കിൽ cost will come down, efficiency will improve. കേരളത്തിൽ ഹോസ്പിറ്റലുകളിലെ ഡെത്ത്സ് ഭയങ്കര കൂടുതലാണല്ലോ. ഇപ്പം 90s വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ICUവിൽ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് വളരെ അതിനകത്തും വളരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. Because I remember my grandfather died with all the brothers around. My mother died at home with all of us around. My father died like that. But my brother did not die that way. My brother died in an ICU. Okay, that's my story. That is story everywhere. Okay, ICU is not a sterile environment. It's not the right place to die. Okay, so അത് ഒന്ന് നമ്മൾ ലിവിങ് ബില്ല് എഴുതുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അത് ബാക്കി അസുഖം വരുമ്പോഴത്തേക്കും ഫാമിലി മെമ്പേഴ്സ് ഒരു സഡൻ അല്ല, ഗ്രാജുവലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് എ വൺ സഡൻ ഡിസിഷൻ. ബട്ട് ഈ ക്യാൻസറിന് വി ഹാവ് എ ടൈം ടു ഡു ദാറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആക്സിഡൻറ്റ് പോലെയല്ല. ക്യാൻസറിന് വി ഹാവ് ടൈം. വി നോ disease has come back, this is become aggressive. We train them, we educate them. എളുപ്പമല്ല അത്. എളുപ്പം എന്നുള്ളത് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആസ് എ ഡോക്ടർ യുവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ദ റൈറ്റ് തിങ് ഫോർ ദ പേഷ്യൻറ്റ്. പേഷ്യൻ്റ് മാത്രമല്ല, ഫാമിലി മെമ്പേഴ്സ്. നേരത്തെ ആരോ പറഞ്ഞ പോലെ ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ കാറ്റസ്ട്രോഫിക് പോവർട്ടി. ഓക്കെ, ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ കാറ്റസ്ട്രോഫിക് പോവർട്ടി. അത് കുറയ്ക്കണമെങ്കിൽ വി ഷുഡ് ജുഡീഷ്യസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. There are stories about how doctors themselves react when they are hit with cancer. അങ്ങനെ അപ്പം ഡോക്ടേഴ്സ് എങ്ങനെ മീൻസ് there are stories that doctors പണി നിർത്തിയിട്ട് they go to live the last days of life peacefully. അങ്ങനെയുള്ള സ്റ്റോറീസ് ആണ്. അല്ലേ, നമ്മുടെ ഇപ്പോൾ എന്താണ് ഒരു ഓങ്കോളജിസ്റ്റ് ഫ്രം ലൈറ്റ് എയർ ഈസ് ഒരു ഇതുകൊണ്ട് സ്റ്റോറി അബൌട്ട് ബ്രെയിൻ ക്യാൻസർ, ലങ് ക്യാൻസർ വന്ന ഒരാളുടെ സ്റ്റോറി എഴുതുന്നുണ്ടല്ലോ. സോ ദി ലോട്ട് ഓഫ് ഡോക്ടേഴ്സ്, എനിക്ക് ഇപ്പോൾ ഒത്തിരി ഡോക്ടർമാരുണ്ട്. ഞാൻ ശങ്കരനാരായണ സാറിൻ്റെ കാര്യം പറഞ്ഞു. ഹീ ഡൈഡ് ഓഫ് liver cancer. Lot of cancer doctors died of cancer because cancer, we are not immune to cancer. So that is there. But the good thing is that we know what to expect എന്നുള്ളതുണ്ട്. And you know when to stop treatment. അങ്ങനെ പ്രോബ്ലം is കുറച്ച് കഴിയുമ്പോഴത്തേക്കും we lose the confidence to make the decision. ആ സമയത്താണ് we have to use a crutch of your physician colleagues to help you to make the decision, because you become so weak and nobody wants to live and to die. Okay, അത് കാരണം we try to even catch on to ഒരു ഓലയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെ. സോ വി ഓൾവേസ് ലുക്ക് ഫോർ സം പോസിബിലിറ്റി ഓഫ് മിറക്കിളൊക്കെ. അപ്പോൾ അത് ഡോക്ടർമാരുടെ റെസ്പോൺസിബിൾ. ഫിസിഷ്യൻ ആകുമ്പോഴത്തേക്ക് നെവർ ട്രീറ്റ് യുവർ സെൽഫ്. യു ആർ നോളജബിൾ ബട്ട് ഡിപ്പെൻഡ് ഓൺ യുവർ കോളീഗ്സ് ടു മേക്ക് ദ ഡിസിഷൻ.